പ്രിയപ്പെട്ടവരെ, ഇന്ന ദിവസം നമ്മൾ കുറച്ചും കൂടിയും മെൻ്റലിസ്റ്റ് ട്രിക്കുകളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനുശേഷം മെൻ്റലിസത്തിൻ്റെ കുറച്ച് ഗുണങ്ങളും അതിൻ്റെ ഒരു വലിയൊരു ദോഷവും മെൻ്റലിസ്റ്റുകൾ ചെയ്യുന്ന ഒരു വലിയ ദ്രോഹത്തെ പറ്റിയും കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മെൻ്റലിസ്റ്റ് അനന്തുവിനെ പരിചയപ്പെടുത്താം. അദ്ദേഹം വളരെ ഭൂരിഭാഗം എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് മെൻ്റലിസ്റ്റ് അനന്തു. അദ്ദേഹം വളരെ ചെറുപ്പം കാലം മുതൽ മാജിക്ക് പെർഫോം ചെയ്യുന്ന വ്യക്തിയാണ്. കുട്ടിക്കാലം മുതൽ ടി വികളിലും ഒക്കെ ആളുടെ ഷോസൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം മുതുകാട് സാറിൻ്റെ മാജിക് അക്കാദമിയിലൊക്കെ പഠിച്ച് അങ്ങനെ മാജിക്ക് ഓൾറെഡി തന്നെ പ്രൊഫഷണലായിട്ട് പഠിച്ചൊരു വ്യക്തിയാണ്. അതിനുശേഷം പിന്നീട് മെൻ്റലിസത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അതിലേക്ക് തിരിഞ്ഞ വ്യക്തിയും കൂടിയാണ് അനന്തു. അപ്പോൾ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആദിയും അനന്തുവുമാണ് വളരെ കൃത്യമായിട്ട് മെൻ്റലിസം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർ. അതായത് മെൻ്റലിസം എന്നുള്ളത് 90% മാജിക്കും ഒരു 10% സൈക്കോളജിയും മാത്രമാണ് അവരുടെ ഷോകളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എത്ര കൂടുതൽ നമ്മൾ സൈക്കോളജി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയുടെ കഴിവും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ എക്സ്പീരിയൻസും എന്ന് പറയുന്നത്. അപ്പോൾ മാജിക്ക് ചെയ്യുന്നവർ കഴിവില്ലാത്തവരെന്നുള്ളതല്ല, മാജിക്ക് കുറച്ചും കൂടി ഒരു ട്രിക്കാണ്. അത് എക്സ്പീരിയൻസിൽ കൂടെ ചെയ്തുള്ള കൈയടക്കത്തിൽ കൂടിയാണ് മാജിക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മെൻ്റലിസത്തിന് കുറച്ചും കൂടി പഠനം ആവശ്യമുണ്ട്. അതായത് സൈക്കോളജി അപ്ലൈ ചെയ്യണമെങ്കിൽ സൈക്കോളജിയെ പറ്റി പഠിക്കേണ്ടതുണ്ട്. അതിനെപ്പറ്റി നിരന്തരമായിട്ട് അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതായത് നിരവധി വ്യക്തികളായിട്ട് സംസാരിച്ചത് ട്രൈ ചെയ്ത് പലപ്പോഴും അത് തെറ്റിപ്പോകാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ വീണ്ടും ട്രൈ ചെയ്തപ്പോൾ പുതിയ ആൾക്കാർ ഒരാളോട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതും അയാളുടെ അടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവർക്ക് പുതിയ വ്യക്തികളെ കണ്ടെത്തേണ്ടതുണ്ട്, അവരോട് സംസാരിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ എക്സ്പ്രഷൻസൊക്കെ അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സൈക്കോളജി അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് കുറച്ചും കൂടിയും കഠിനമായിട്ടുള്ളൊരു മേഖലയാണ്. അല്ലെങ്കിൽ പിന്നെ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്നുള്ളത് സൈക്കോളജിയുടെ തന്നെ ഹിപ്നോട്ടിസം ചെയ്തു ഒരു ഹിപ്നോട്ടിക് സ്റ്റേജിലേക്ക് എത്തിച്ചിട്ട് അവിടെ നിന്ന് പല സജഷൻസ് കൊടുത്ത് ആ വ്യക്തിയെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ട്രീറ്റിൽ പെർഫോം ചെയ്യുമ്പോഴൊന്നും ഹിപ്നോട്ടൈസ് ചെയ്യാനായിട്ടൊന്നും പെട്ടെന്ന് സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റിലേക്ക് അയാൾ കൊണ്ടുവന്നതിന് ശേഷമായിരിക്കാം ആ ഒരു ഹിപ്നോട്ടിസത്തിൻ്റെ സാധ്യതകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ അനന്തുവിൻ്റെ കുറച്ച് വീഡിയോസാണ് ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യത്തെ വീഡിയോ ഇതിൽ വളരെ എളുപ്പമുള്ള വീഡിയോകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം അദ്ദേഹം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ സൈക്കോളജി പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് എപ്പോൾ അപ്ലൈ ചെയ്യുന്നു, എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ സൈക്കോളജി കൂടുതൽ പഠിക്കുന്നവർക്ക് മാത്രമാണ് അതിനെ കൂടുതൽ ഡീകോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അതിലെവിടെ മാജിക് യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. എവിടെ സൈക്കോളജി അപ്ലൈ ചെയ്തു എന്നുള്ളതും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ചിന്തയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇദ്ദേഹം ഒരു TV ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ബുക്കിൻ്റെ ഒരു ട്രിക്ക് കാണിക്കുകയാണ്. അപ്പോൾ ആ ബുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ബുക്ക് ഇപ്പോൾ ഞാൻ എടുക്കുകയാണ്. ഇങ്ങനൊരു ബുക്ക് കയ്യിലെടുത്തു. ഈ ബുക്കിൻ്റെ ഉള്ളിൽ ഒരു പേര്, ആ ഓതറിൻ്റെ പേര് അവതാരകരോട് പറയുന്നു, ഈ ഓതറിൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഓതറാണ്. അതായത് അധികം ഫെമിലിയർ അല്ലാത്തൊരു ഓതറിൻ്റെ പേരാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ ബുക്കും അധികം ഫേമസ് അല്ലാത്തൊരു ബുക്കിനെ പറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു സാധാരണ വ്യക്തി എന്തായാലും ആ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. അല്ലെങ്കിൽ അത്രയധികം വായനകളുള്ളവർക്ക് മാത്രമാണ് ആ ബുക്ക് വായിക്കാനായിട്ട് സാധ്യതയുള്ളൂ. അങ്ങനെ വായിച്ചാൽ തന്നെയും കുഴപ്പമില്ല. പക്ഷേ ആ ട്രിക്ക് അതായിട്ട് ബന്ധപ്പെട്ടും ഇരിക്കുന്നുമില്ല. അപ്പോൾ അവരോട് ആദ്യം ആ ബുക്ക് കാണിച്ചു കൊടുക്കുന്നു. ഈ ബുക്ക് ഇവരുടെ അടുത്ത് പറയുന്നു ഇതിൽ നിരവധി പേജുകളുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ നിരവധി പേജുകളുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം അവരോട് പറയുന്നു
ഞാനിങ്ങനെ പേജുകൾ ഇങ്ങനെ ഷഫിൾ ചെയ്യാം. ആ സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് പറയണം എന്ന് പറയുന്നു. അപ്പോൾ അവതാരക ഏതെങ്കിലും ഒരു ടൈമിൽ സ്റ്റോപ്പ് പറയുന്നു. അപ്പോൾ ആ സമയത്ത് ഇയാൾ ആ ബുക്ക് തുറന്നിട്ട് പെട്ടെന്ന് അവതാരകയോട് പറയുന്നു, ഈ ബുക്കിൽ ആദ്യം കാണുന്ന വാക്ക് പെട്ടെന്ന് ഒന്ന് റീഡ് ചെയ്യാൻ പറയുന്നു. ഇങ്ങനെ കാണിച്ചിട്ട് പെട്ടെന്ന് പറയുന്നു ആദ്യം കാണുന്ന വാക്ക് പറയാൻ പറയുന്നു. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഈ ബുക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പിന്നീട് സംസാരത്തിൻ്റെ ഇടയിൽ ആ വാക്ക് അദ്ദേഹം റിവീൽ ചെയ്യുന്നത് മേശപ്പുറത്ത് ഒരു കടലാസിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ടാണ്. അത് തുറന്നു നോക്കുമ്പോൾ ഈ അവതാരക മനസ്സിൽ വിചാരിച്ച വാക്ക് തന്നെയാണ് ഇയാൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ഷോ മുന്നോട്ട് വന്നു. അപ്പോൾ പ്രേക്ഷകർ വിചാരിക്കുന്നത് എന്തായിരിക്കും, ഇദ്ദേഹം ആ സമയത്ത് ആ വാക്ക് ഈ ലെറ്റർ ഈ പേപ്പറിലേക്ക് പകർത്തി എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം ഒന്ന് ചിന്തിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു വാക്ക് നേരത്തെ കൂട്ടി തീരുമാനിച്ചു. അപ്പോൾ ഈ അവതാരകയുടെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ ഈ അവതാരക ബുക്കിൽ നോക്കിയാൽ തന്നെയും ഇദ്ദേഹം വിചാരിച്ചിരുന്ന വാക്ക് ആ അവതാരക മനസ്സിൽ കണ്ടു എന്നുള്ള രീതിയിലും കൂടി ചിന്തിക്കാം. അപ്പോൾ അങ്ങനെയാണ് കൂടുതലായിട്ട് മെൻ്റലിസ്റ്റുകൾ തോന്നിപ്പിക്കുന്നത് പ്രേക്ഷകർ അങ്ങനെ ചിന്തിക്കണം എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്ക് തന്നെ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു മാജിക് ട്രിക്ക് മാത്രമാണ്. അപ്പോൾ അതിൽ വാക്കുകളും പ്രവൃത്തികളും മാത്രമാണ് സൈക്കോളജി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകളുള്ളത്. ബാക്കിയുള്ളതൊക്കെ സിമ്പിളായിട്ടുള്ളൊരു മാജിക് ട്രിക്ക് മാത്രമാണ്. കാരണം നമുക്കറിയാം അദ്ദേഹം ഈ ബുക്ക്, അതുകൊണ്ട് തന്നെയാണ് അധികം പരിചയമില്ലാത്തൊരു ബുക്ക്, മലയാളം ബുക്കൊന്നും അദ്ദേഹം എടുക്കാത്തത്. ഈ ബുക്ക് തന്നെ നമുക്കിപ്പോൾ ഒരു പ്രസ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ പുറംചട്ട ഊരിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള പേപ്പറുകൾ നമുക്ക് കസ്റ്റം ചെയ്യാം. അതായത് ഞാൻ വിചാരിക്കുന്ന കുറച്ച് മാറ്ററുകൾ ഒരു പ്രിൻ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, അതായത് ഓരോ പേജും ഒരുപോലെ, അല്ലെങ്കിൽ ഓരോ പേജിനെയും നമുക്ക് ഈ ബുക്കിന് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ഒന്ന്, എല്ലാ പേജുകളും ഒരുപോലെ, എല്ലാ പേജുകളും ഒരേ മാറ്റർ തന്നെ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇത് തുറന്നു നോക്കിയാൽ തന്നെയും ഫസ്റ്റ് കാണുന്ന ലെറ്റർ ഒന്ന് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ബുക്ക് ആദ്യം അവതാരയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതൊന്ന് മറിച്ച് നോക്കാനായിട്ട് പറയാത്തത്. കാരണം ഈ ബുക്ക് ഇവരുടെ കയ്യിൽ തന്നെയാണ്, കസ്റ്റഡിയിൽ തന്നെയാണ് വെക്കുന്നത്. അവതാരകയുടെ കയ്യിലധികം സമയം ഈ ബുക്ക് കൊടുക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ മാത്രം വെച്ചുകൊണ്ട് ഉടൻ തന്നെ അത് മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തുള്ള കസ്റ്റം ബുക്കുകളൊക്കെ ഈ ചൈനീസ് മാർക്കറ്റിലും അതുപോലെ മാജിക് മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. പലതരത്തിൽ ഈ ബുക്കുകൾ പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഈ ബുക്കിന് 3 ഏരിയ ആയിട്ട് തിരിക്കാം. ആദ്യത്തെ ഒരു 25% ഒരു ഏരിയ, സെൻറ്റർ ഒരു ഏരിയ, അവസാനത്തെ ഒരു ഭാഗം ഒരു ഏരിയ. അപ്പോൾ അങ്ങനെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള മാറ്ററുകൾ 3 ഏരിയകളിൽ അവർക്ക് പ്ലേസ് ചെയ്യാം. നമ്മൾ നേരത്തെ കാർഡിൻ്റെ ട്രിക്കിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ പെട്ടെന്ന് അവതാരക ഇവർ തുറക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റോപ്പ് പറയുമ്പോൾ സെൻറ്ററിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അത് കാണിക്കും. അപ്പോൾ അവതാരക്കെങ്കിലും സംശയം തോന്നാണ്, വേറൊരു ഭാഗം കൂടി എന്നാൽ വേണ്ട, എനിക്ക് അവസാനം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മാറ്റിയിട്ട് അവസാനത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ പെർഫോം ചെയ്യുന്ന വ്യക്തിക്ക് അറിയാം ആദ്യ ഭാഗത്ത് ഏത് ലെറ്റർ ആയിരിക്കും, നടുഭാഗത്ത് ഏത് ലെറ്റർ ആയിരിക്കും, അവസാന ഭാഗത്ത് ഏത് ലെറ്റർ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയുന്നു. ആ സംഭവം മാജിക് ട്രിക്ക് അവിടെ ഒരു മെൻ്റലിസം ആയിട്ട് തോന്നിപ്പിച്ച് ആ ഷോ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി വേറൊരു കുറച്ച് ട്രിക്കുകൾ കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാനാണ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ അനന്തുവിൻ്റെ തന്നെ ഒരു കൂടിയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാനും ഓരോന്നായിട്ട് നിങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ എന്നുള്ളത് ഇദ്ദേഹം ഒരു സ്ട്രീറ്റിൽ പെർഫോം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇദ്ദേഹം ഒരു പേര്, അതായത് ആ വ്യക്തി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെ മനസ്സിൽ വിചാരിക്കാൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മനസ്സിൽ കൊണ്ടുവരാൻ പറയുന്നു. ആ പേര് പ്രെഡിക്റ്റ് ചെയ്യാണ്.
വൺ ടൈമിൽ ഉടൻ തന്നെ എഴുതി പ്രഡിക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ട്രിക്ക് എന്നുള്ളത് പ്യുവറായിട്ട് ഇതൊരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മെൻ്റലിസ്റ്റ് എപ്പോഴാണ് സൈക്കോളജി യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് മാജിക് ട്രിക്ക് യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് ഫേക്കായിട്ട് നമ്മളെ കബളിപ്പിക്കുന്നത് എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവർ പെർഫോം ചെയ്യുമ്പോൾ പലതും മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കൊണ്ട് എല്ലാവരും ഒന്നാണെന്നുള്ളൊരു ബോധം മനുഷ്യരിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇദ്ദേഹം പറയുന്നത്, അപ്പോൾ ഇങ്ങനെ സൈക്കോളജി പരമായിട്ട് ഒരാളുടെ മനസ്സിലുള്ള ഒരു വാക്കിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അതായത് കുറേ സാധ്യതകളെ മാറ്റി വെച്ചുകൊണ്ട്, ഒമിറ്റ് ചെയ്തുകൊണ്ട്, കോർണർ ചെയ്തുകൊണ്ട് അയാളുടെ മനസ്സിലുള്ള കാര്യം ഇപ്പോൾ നമ്മൾ അശ്വമേധത്തിൽ GS പ്രദീപ് ചെയ്യുന്നത് എങ്ങനെയാണ്, 16 ചോദ്യങ്ങൾക്കുള്ളിൽ ഒരു ഉത്തരം കണ്ടെത്താണ് ഒരാൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഉത്തരം. അപ്പോൾ അതിന് അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ ഒമിറ്റ് ചെയ്ത് അങ്ങനെ കോർണർ ചെയ്ത് ആ പോയിന്റിലേക്ക് എത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കറക്റ്റ് ഒരു ഇൻ്റലക്ച്വൽ ഒരു ഷോ ആയതുകൊണ്ട് അത് ആ രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഇവർ അപ്ലൈ ചെയ്യുന്നത് സൈക്കോളജിയും കൂടി അപ്ലൈ ചെയ്ത് കുറച്ച് ബുദ്ധിയും കൂടി അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ സംഭവം ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോഴേ ഇങ്ങനെ ലൈവായിട്ട് എഴുതുന്ന കാര്യങ്ങൾക്കൊക്കെ അനന്തുമായാലും ഏത് മെൻ്റലിസ്റ്റ് ആയാലും കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. ഇത് ആദ്യത്തെ ലെറ്ററിനെ പറ്റിയൊരു ധാരണ വയ്ക്കും. അപ്പോൾ നമുക്കറിയാം മലയാളികളായിട്ടുള്ള ഭൂരിഭാഗം ആളുകളുടെ പേരുകൾ തുടങ്ങുന്നത് ഒരു മിനിമം ഒരു ആൽഫബറ്റിലായിരിക്കും. അതിൽ വളരെ വെറൈറ്റി ഓഫ് ആൽഫബറ്റ് ഉണ്ടാവില്ല, വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അയാൾ അപ്പോൾ ആദ്യത്തെ അക്ഷരം മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഇദ്ദേഹം ABCD എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ വാക്കുകളൊക്കെ പറയുമ്പോൾ ഇവരുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അതിനെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. കാരണം 24 ആൽഫബറ്റാണ് ഒരു അക്ഷരത്തിലുള്ളതായതുകൊണ്ട് 24 സാധ്യതകളെ അവിടെ ഉള്ളൂ. അപ്പോൾ 24 സാധ്യതകളെ നോക്കിയാൽ മതി ഒരു വ്യക്തിക്ക്. അപ്പോൾ അങ്ങനെ പിന്നെ നടുവിലത്തെ ഒരു വാക്കും ഏകദേശം കണ്ടുപിടിക്കുന്നതിന് ശേഷം ഇദ്ദേഹം ഒരു അസ്യൂം ചെയ്യാണ്, പല കാര്യങ്ങളും നിഗമനങ്ങളും വെച്ചുകൊണ്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ ഈ ട്രിക്ക് ചെയ്യാൻ ശരിക്കും പ്രാക്ടീസിൻ്റെ ആവശ്യം ഉണ്ട്. അത് ഒരിക്കലും ഒരു സാധാരണ വ്യക്തിക്ക് ഓടിപ്പോയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ കഴിവ് മാത്രമാണ്. അദ്ദേഹം അതിൽ മാസ്റ്ററാവുന്നത് കൊണ്ടാണ് അങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് പബ്ലിക്കിൻ്റെ അടുത്ത് ചെയ്യുന്നത്. ഇദ്ദേഹം നിരവധി തവണ ഇത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ അടുത്തും ചെയ്ത് തെറ്റായിട്ടുണ്ടാവും, പല പ്രാവശ്യം തെറ്റുകൾ വന്നിട്ടുണ്ടാവാം. അതിൽ നിന്നൊക്കെ മാറി പുതിയ ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരാളുടെ അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വേറെ പുതിയ ആൾക്കാരുടെ അടുത്ത് പോയി ഇത് വീണ്ടും അപ്ലൈ ചെയ്ത് അതിൽ നിന്നും പഠിച്ച് സൈക്കോളജിയായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അനലൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ പേര് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റ് സൈക്കോളജിയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ട്രിക്ക്, അപ്പോൾ ഇദ്ദേഹം ആ വീഡിയോയിൽ കറക്റ്റായിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു മെൻ്റലിസ്റ്റ് ചെയ്യുന്ന 4 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ അത് ക്ലിയറായിട്ട് അത് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരാളുടെ അടുത്ത് എത്തുമ്പോൾ പെട്ടെന്ന് അയാളുടെ മുടിയിൽ നിന്ന് പെട്ടെന്ന് ഒരു പൂവ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യണം മുടിയിൽ നിന്ന്. അത് നമുക്കറിയാം സാധാരണ മാജിക് ട്രിക്കുകളിലേക്ക് ഉള്ളതുപോലെ തന്നെ കയ്യിൽ ഒളിപ്പിച്ചിരിക്കുന്ന പല ഡിവൈസ് വെച്ചുകൊണ്ട് പെട്ടെന്ന് അത് എക്സ്പോസ് ചെയ്യുമ്പോൾ അതൊരു പൂവായിട്ട് മാറുന്നു എന്നുള്ളത് അത് വളരെ ബേസിക് ആയിട്ടുള്ള മാജിക് ട്രിക്കുകളാണ്. അപ്പോൾ അത് നമുക്ക് ആർക്കും ബുദ്ധിമുട്ടേറി ഉണ്ടാവേണ്ടതില്ല, അത് മാജിക് ട്രിക്കാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രിക്ക് അവിടെ കാണിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ആ കാറ്റഗറിയും ചെയ്ത് കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അദ്ദേഹം കാർഡ്സിൻ്റെ ഒരു മാജിക്കാണ് കാണിക്കുന്നത്. ഏത് കാർഡാണെന്ന് പ്രഡിക്റ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാർഡ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. എങ്ങനെയാണ് അതൊരു മാജിക്കും എങ്ങനെയാണ് ആ ട്രിക്കുകൾ, അതിൽ എന്തെങ്കിലും ഒരു ഡിവൈസുകൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെല്ലാം അതിൻ്റെ ഒരു മാജിക് ട്രിക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും മാജിക്കായിട്ടുള്ള രീതിയിൽ കൈയടക്കത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഇത് മനുഷ്യരെ തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന ഒരു പെർഫോമൻസ്. അതായത് ഒരു വ്യക്തി മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു പാട്ട് പെട്ടെന്ന് ഇദ്ദേഹം പ്ലേ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ അത് റാൻഡമായിട്ടൊരു വ്യക്തി നടന്നു പോകുമ്പോൾ അയാൾ വിളിച്ചിരുത്തിയിട്ട് ഓക്കെ നിങ്ങളൊരു പാട്ട് മനസ്സിൽ വിചാരിക്കൂ, ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മൊബൈലിൽ കൂടെ പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ വീഡിയോ
വേറൊരു വീഡിയോ കൂടി, ആദിയുടെ ഒരു വീഡിയോ കൂടി നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും ഇതും ഏകദേശം ഒരേപോലെയുള്ളതാണ്. എന്നാൽ ഇത് 2 തരത്തിലാണ് ആ വീഡിയോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവർ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിത് പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ അദ്ദേഹം യൂസ് ചെയ്തിരിക്കാവുന്ന ടെക്നിക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയാം, ശരിക്കും അതൊരു ഫേക്ക് ചെയ്യുകയാണ്. അതായത് ഈ 5 പേരിൽ ഒരാൾ ഇദ്ദേഹത്തിൻ്റെ വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ എക്സ്പ്രഷൻസ്, അതായത് അദ്ദേഹം ആ ഒരു വ്യക്തിനെ മാത്രമാണ് ഫേക്ക് ചെയ്യുന്നത്. അതായത് മറ്റുള്ളവരെ കാണിക്കുകയാണ് ഇതും സാധാരണ ഒരു വ്യക്തിയാണ്, പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വ്യക്തിയാണെങ്കിൽ ആ പെൺകുട്ടി, അദ്ദേഹം അറിയുന്നൊരു പെൺകുട്ടി, അവരോട് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ പെട്ടെന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നടന്നു പോകുമ്പോൾ വിളിക്കുന്നു. അദ്ദേഹം മൊബൈലിൽ ഒരു പാട്ട് നേരത്തെ തന്നെ പറഞ്ഞു വയ്ക്കുന്നു, ഈ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്, ഇത് കേൾക്കുമ്പോൾ ആകാംക്ഷയോടെ അങ്ങനെ കാണിക്കണം, ആക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് കാണിക്കുന്നു. അപ്പോൾ ആ ട്രിക്ക് അവസാനിക്കുന്നു. അപ്പോൾ ഈ ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് അത്ഭുതം ഒന്ന്. പിന്നെ വേറെ പല ആരെങ്കിലും, ഇപ്പോൾ ഷോ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യം മുതലേ ട്രിക്കുകൾ. അപ്പോൾ ആദ്യത്തെ എല്ലാ കേസുകളും ജെനുവിനും അവസാനത്തെ ഒരു കേസ് ഫേക്കും ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലെന്താണ്, എല്ലാ കാര്യങ്ങളും ജെനുവിനാണെന്നുള്ളൊരു തോന്നലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈക്കോളജിയാണ് മുഴുവൻ അവിടെ അപ്ലൈ ചെയ്യുന്നത്, എല്ലാവരും ഒറിജിനലാണ് എന്നുള്ളൊരു ബോധമാണ് നമുക്കുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ടെക്നിക്ക് പണ്ട് മുതലേ നമ്മുടെ തെരുവുകളിലൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. നമുക്കറിയാം മുച്ചീട്ട് കളിക്കാർ, കറക്കിക്കുത്ത് ചെയ്യുന്ന ആൾക്കാരുടെ സൈക്കോളജി എന്താണെന്ന്. അതായത് നിങ്ങൾക്ക് പലർക്കും അറിയാം അതെങ്ങനെയാണ് അവർ പൈസ ഉണ്ടാക്കണമെന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളിന്, ഇപ്പോൾ നമ്മുടെ പല സ്ഥലങ്ങളിലൊക്കെ അവർ സ്ട്രീറ്റിൽ വന്നിരിക്കും. അതിനുശേഷം ഒരു മൂന്ന് കളറിലുള്ള അല്ലെങ്കിൽ ഒരു 3 കപ്പുകളും ഒരു ബോളുണ്ടാവും. അപ്പോൾ ഒരു കപ്പ് കമഴ്ത്തി വെച്ചിരിക്കും, 3 കപ്പുകളും. അതിനുശേഷം 3 കപ്പുകളും ഇങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കും. ഏത് കപ്പിൻ്റെ ഉള്ളിലാണ് ബോൾ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഗെയിമായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരാൾ ആദ്യം വന്നതിന് ശേഷം പൈസ കൊടുക്കുന്നു. അപ്പോൾ കളിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. അപ്പോൾ പൈസ കൊടുത്തിട്ട് ആദ്യം കളിക്കുന്നു. ഇദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നത് കറക്റ്റാവുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മറ്റു പലരും നോക്കിയിരിക്കുമ്പോൾ ഇയാൾ വളരെ സ്ലോവിലായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്കറിയാം, ഒരു 3 കപ്പുകളുടെ ഉള്ളിൽ ഒരു ബോളാണുള്ളതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൈയുടെ മൂവ്മെൻറ്റ് അധികം ഫാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പ്രെഡിക്റ്റ് ചെയ്യാം ഏത് കപ്പിൻ്റെ ഉള്ളിലാണ് ബോൾ എന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലായിരിക്കും ഈ പെർഫോം ചെയ്യുന്ന ആൾ ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വ്യക്തി പൈസ കൊടുക്കുന്ന ആ വ്യക്തിക്ക് പൈസ തിരിച്ച് കിട്ടും, ഇരട്ടിയായിട്ട് പൈസ തിരിച്ച് കിട്ടുന്നു. പിന്നെ രണ്ടാമത് ഈ വ്യക്തി വീണ്ടും പൈസ കൊടുക്കുന്നു. അപ്പോൾ മറ്റുള്ളവർ ചുറ്റും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ഗെയിമിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ അവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ബോൾ എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഈ വ്യക്തി തെറ്റി പറയുന്നു. അതായത് തെറ്റി പറയുക എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക്, കൂടി നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ബോൾ ഏത് കപ്പിൻ്റെ ഉള്ളിലാണ്. കാരണം അത്രയും സിമ്പിളാണ് അദ്ദേഹം വളരെ സ്ലോവിലാണ് ചെയ്തത്, വളരെ സിമ്പിളാണ് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ. പക്ഷേ ഈ പൈസ കൊടുത്ത വ്യക്തി തെറ്റി വേറൊരു കപ്പിൻ്റെ ഉള്ളിലാണ് സംഭവം എന്ന് പറയുന്നു. ഇയാളുടെ പൈസ പോകുന്നു. ഇയാൾ വീണ്ടും പൈസ കൊടുക്കുന്നു. വീണ്ടും പെർഫോം ചെയ്യുന്ന വ്യക്തി കപ്പ് അനക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം വീണ്ടും ഇയാൾ തെറ്റി പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ ചുറ്റും കൂടെ നിൽക്കുന്നവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. എന്തൊരു മണ്ടനാണ് ഇയാൾ, ഇത്രയും ക്ലിയറായിട്ട് സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഇയാൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണില്ലേ. ഞാനെവിടെയായിരുന്നെങ്കിൽ എനിക്ക് ഇത് സിമ്പിളായിട്ട് ഇത് ക്രാക്ക് ചെയ്യായിരുന്നു, എനിക്ക് പൈസ ഉണ്ടാക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്ത ചുറ്റുമുള്ളവരിൽ ഉടലെടുക്കുകയും, അപ്പോൾ അതിനുശേഷം ഇയാൾ ചീത്ത പറഞ്ഞുകൊണ്ട് ആ വ്യക്തി നടന്നു പോകുമ്പോൾ ചുറ്റും കൂടി നിൽക്കുന്ന സാധാരണക്കാരനായ ജനങ്ങൾ ഇതിലേക്ക് വീഴാണ് ചെയ്യണത്. അപ്പോൾ സാധാരണക്കാരനായ ജനം വ്യക്തി ഇതിൻ്റെ ഇടയിലേക്ക് വന്നു കഴിയുമ്പോൾ അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആദ്യത്തെ വ്യക്തി എന്നുള്ളത് ഈ മുച്ചിട്ട് കളിക്കുന്ന ആളുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെയായിരിക്കും. അവരൊരു ഗ്യാങ് ആയിരിക്കും. അപ്പോൾ ഇയാൾ കൂടെ തന്നെ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാരും കൂടെ ഉണ്ടാവും, ഇയാളുടെ തന്നെ ആൾക്കാർ. അപ്പോൾ പ്രോത്സാഹിപ്പിക്കാനും ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ആ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർ സാധാരണ ആൾക്കാരെന്നുള്ള രീതിയിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് കണ്ടുകൊണ്ട്, അതായത് നമ്മൾ ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ അടുത്തേക്ക് ഈയാമ്പാറ്റ കടന്നു വരുന്ന പോലെ
സാധാരണ ജനങ്ങളിത് കണ്ട് തെറ്റിദ്ധരിച്ച് ഓടി കൊണ്ടുപോയിട്ട് ഇയാളുടെ അടുത്ത് കൊണ്ടുപോയി പൈസ കൊടുക്കും. ചിലപ്പോൾ ആദ്യം വളരെ ചെറിയ എമൗണ്ടാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 രൂപയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ട്രിക്ക് നടത്തുന്നവൻ അത് ഇയാൾ ജയിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. മീൻസ് കറക്റ്റായിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് തന്നെ കാണിച്ചുകൊണ്ട് ആ പൈസ 20 കൊടുക്കും. അപ്പോൾ ഇയാൾ എപ്പോഴാണോ പൈസ കൂടുതലായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണത്, ചിലപ്പോൾ അയാൾ 100 ആണ് ഇൻവെസ്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ ഒരു 1000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള സമയം വരുമ്പോൾ പെട്ടെന്ന് ഇവർ അദ്ദേഹത്തെ കബളിപ്പിക്കും. അതായത് ഈ ബോളിലോ എന്തെങ്കിലും ട്രിക്ക് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കബളിപ്പിക്കൽ നടത്തിക്കൊണ്ട് ഈ ചെയ്ത പ്രഡിക്ഷൻ തെറ്റാണെന്ന് വരുത്തുകയും ആ കൊടുത്തിരിക്കുന്ന പൈസ മുഴുവൻ ഇവർക്ക് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സാധാരണ ഒരു സ്ട്രീറ്റ് പെർഫോമൻസിൽ നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്കറിയാം, ഒരു ബോളിനെ വേണമെങ്കിൽ കാണിക്കാത്ത രീതിയിൽ, അത് മാജിക് ട്രിക്കിലൊക്കെ അറിയാം, നമുക്ക് ബോളിനെ എങ്ങനെ കയ്യിൽ ഒതുക്കാം, കയ്യിലടക്കാൻ മറ്റുള്ളവർ കാണാത്ത രീതിയിൽ എങ്ങനെ ഒളിപ്പിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് മാജിക്കിൽ അറിയാവുന്ന കാര്യമാണ്. അതുതന്നെയാണ് സ്ട്രീറ്റ് പെർഫോമൻസിൽ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ബേസിക് കാര്യം മനസ്സിലാവുമല്ലോ. അതായത് കുറേ ഫേക്ക് ഇടയിൽ, അതായത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളുടെ ഇടയിൽ നമ്മൾ ഒരു ഒറിജിനൽ കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ്, ഒരു ജെന്യുവൻ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഫേക്കായിട്ടുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ഫേക്കെന്നോ ഏതാണ് ശരിയെന്നോ ഏതാണ് അതൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ വീഡിയോ കുറച്ചും കൂടി ലെങ്തി ആയിട്ട് പോകും, കാരണം ഇതിങ്ങനെ പല വീഡിയോ ആയിട്ട് ഇടേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കുന്നത്. ഇനി നമുക്കൊരു ഒരു കേസും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഇനി നമ്മളോട് വിശകലനം ചെയ്യുന്നത് മെൻ്റലിസ്റ്റ് ആദി സീക്രട്ട് കോഡ് എന്നുള്ള തൻ്റെ ഷോയിൽ, കൈരളി TV വന്നൊരു ഷോയാണ്. അതിൽ അജു വർഗീസിനെ വെച്ചുകൊണ്ട് ഒരു ട്രിക്ക് ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവരും കണ്ടതാണ്, പലരും TV കണ്ട സമയത്ത് ഭയങ്കര അത്ഭുതത്തോടു കൂടി ഇത് ഫുള്ള് ഫേക്കാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഒരു വൂഡോ പാവയാണ് അവർ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ആഭിചാര കർമ്മങ്ങൾക്കൊക്കെ വിദേശ രാജ്യങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു വൂഡോ പാവയെ വെച്ചിട്ടാണ് അവർ ഈ ട്രിക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിന് ശേഷം വന്നിട്ട് ഇത് കാണുക, ഈ വീഡിയോ കാണുക. അപ്പോൾ അതിൽ ബേസിക്കായിട്ട് എന്താ അവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ സംഭവം നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അജുവിനെ ഒരു സീറ്റിൽ ഒരു മേശയുടെ മുൻവശത്ത് കൊണ്ടിരുത്തുന്നു. അതിനുശേഷം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു പൊതി തുറക്കാൻ പറയുന്നു. ഒരു തുണി കൊണ്ട് ഒരു പാവയെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ തുണി തുറക്കാൻ പറയുന്നു. അതിലുള്ള പാവയെ എടുത്ത് കയ്യിൽ പിടിക്കാൻ പറയുന്നു. അതിലേക്ക് സൂക്ഷിച്ച് നോക്കാൻ പറയുന്നു. അതിനുശേഷം ആദ്യം കുറച്ച് മെഴുകുതിരി ഇയാളുടെ അടുത്തേക്ക് നീക്കി വയ്ക്കുന്നു. ഒരു ഗ്ലാസ് നീക്കി വയ്ക്കുന്നു. അതിനുശേഷം അജുവിനോട് കണ്ണടയ്ക്കാൻ പറയുന്നു. അപ്പോൾ ആദ്യം പിന്നീട് ഈ പാവ കയ്യിലെടുത്തുകൊണ്ട് ആ പാവയുടെ കൈ ഒരു മെഴുകുതിരിയുടെ അടുത്തേക്ക് വയ്ക്കുമ്പോൾ കൈ അജുവിന് കയ്യിൽ ചൂടേൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യണത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം കണ്ണടച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല തീ കൊണ്ട് പൊള്ളിച്ചതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം കൈയെടുക്കുന്നു. പെട്ടെന്ന് ആദ്യം ഒരു തണുത്ത ഗ്ലാസ്സിൽ ഐസൊക്കെ വെച്ച് കയ്യിലെ പൊള്ളൽ കൂടിപ്പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നു. അപ്പോൾ അജു ശരിക്കും ഒരു പൊട്ടനെ പോലെ വന്നിരുന്ന് അർജുൻ എന്താണെന്ന് അറിയില്ല, കണ്ണടച്ചുകൊണ്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ അദ്ദേഹത്തിൻ്റെ ആകാംക്ഷയും അദ്ദേഹത്തിൻ്റെ പേടിയൊക്കെ അതിൽ കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതാണ് നമ്മളെ കൂടുതൽ ചിരിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകനറിയാം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. അതുപോലെ തന്നെ പ്രേക്ഷകന് അവിടെയും സംശയമുണ്ട്, എന്തുകൊണ്ട് ഈ പാവയെ ഉപദ്രവിക്കുമ്പോൾ അജു അത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും ഇദ്ദേഹത്തോട് കണ്ണടയ്ക്കാൻ പറയുന്നു. പിന്നെ പെട്ടെന്ന് ആദ്യം ആ വൂഡോ പാവ എടുത്ത് അതിലേക്ക് കുറച്ച് സൂചി കുത്താണ് ചെയ്യുന്നത്. സൂചി കൊണ്ട് ഓരോ ഭാഗങ്ങളിൽ കുത്താണ് ചെയ്യുന്നത്. ആ സമയത്ത് അജുവിന് ഈ കുത്തുന്ന സമയത്ത് തന്നെ അജുവിൻ്റെ മേത്ത് അതേ കുത്തൽ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വേദനയോടുകൂടി അജു പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ മാജിക് ഷോ അങ്ങനെ അത് ക്ലോസ് ആവുന്നു എന്നുള്ളതാണ്. പാവ പിന്നീട് അജുവിനോട് കണ്ണു തുറക്കാൻ പറയുന്നു.
എന്നിട്ട് അർജുനോട് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വീഡിയോ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കാണുമ്പോൾ നമ്മൾ പ്രേക്ഷകൻ എന്താ മനസ്സിലാക്കുന്നത്? ഒന്ന്, ആദി തൻ്റെ കയ്യിലുള്ള പാവ ഉപയോഗിച്ചുകൊണ്ട് വേറൊരു വ്യക്തിയെ സ്വാധീനിക്കുന്നു. അദ്ദേഹത്തെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ട് ഈ പാവയിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവിടെ അദ്ദേഹത്തിന് എഫക്റ്റ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോഴും ഒരു സംശയം നിഴലിക്കും, ഈ പാവയും ഇദ്ദേഹമായിട്ട് ഒരു കണക്ഷനും ഇല്ല. കാരണം അവിടെ ഫിസിക്കലായിട്ടൊരു കണക്ഷനില്ല. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹം എഫക്റ്റുകൾ തോന്നിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് പലർക്കും ഉത്തരം കിട്ടാതെ, അത് ഏത് രീതിയിൽ ചിന്തിച്ചാലും അവിടെ ഒരു സ്പേസ്, അവിടെ ഗ്യാപ്പ് അവിടെ കിടക്കും. നമുക്കതിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഷോയുടെ ഉദ്ദേശം എന്താണെന്നും കൂടി മനസ്സിലാക്കണം. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദിയുടെ ഉദ്ദേശവും അല്ലെങ്കിൽ ആ ഷോയുടെ ഉദ്ദേശവും നമുക്ക് മനസ്സിലാക്കിയാലാണ് അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അത് എന്തിനാണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാവുള്ളൂ യഥാർത്ഥത്തിൽ. ശരിക്കും ആ ഷോ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള പല കാര്യങ്ങളും പല സ്ഥലങ്ങളിൽ നടക്കുന്നത് ഓരോ വ്യക്തികൾക്കും മാനിപ്പുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അവർ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ വൂഡോ പാവ വെച്ചിട്ട് പല അഭിചാരങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ വന്നിരുത്തിച്ചു കൊണ്ടുകൊണ്ട് അയാളുടെ മേത്ത് പല കാര്യങ്ങൾ തോന്നിപ്പിച്ച് അയാളിൽ വിശ്വാസം ജനിപ്പിച്ചുകൊണ്ട് അയാളെ മുതലെടുക്കുന്ന പല സംഭവങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട്. അതുപോലെ തന്നെ പല ഭക്തിയുടെ മേഖലകളിലൊക്കെ പല കാര്യങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യരെ സ്വാധീനിപ്പിക്കുന്നു. അങ്ങനെ ആൾക്കാർ ഫേക്കായിട്ട് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവർക്ക് ഇത് സാധിക്കുമെങ്കിൽ വേറൊരാൾക്കും ഇത് സാധിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് അവർ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ മെസ്സേജാണ് അവർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെസ്സേജ് നല്ല കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ആ കാര്യത്തെ നമുക്ക് ആ രീതിയിൽ എടുക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന പറയുന്നത് പ്രേക്ഷകനെ ശരിക്കും കബളിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ പ്രേക്ഷകനൊന്നും മനസ്സിലാവില്ല. പക്ഷേ എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെവിടെയാണ് കബളിപ്പിക്കൽ നടക്കുന്നത് എന്നുള്ളത് കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് പൂർണ്ണമായിട്ട് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ ജെന്യുവിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് അജു ആണ്. അജു വളരെ ജെന്യുവിനായിട്ടാണ് അവിടെ പെരുമാറിയിരിക്കുന്നത്. കാരണം നമ്മൾ വിചാരിക്കും അദ്ദേഹത്തിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ആക്ടറാണ്, അപ്പോൾ ഇന്നത് ചെയ്യുമ്പോൾ അവിടെ നിന്ന് സിഗ്നൽ കൊടുക്കാൻ സമയത്ത് ഇങ്ങനെയൊക്കെ അഭിനയിക്കണം എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അജു നിരപരാധിയാണ്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ എക്സ്പ്രഷൻ തന്നെയാണ്. അദ്ദേഹവും അവിടെ ഫസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് മാജിക് ട്രിക്കും പിന്നെ കുറേ കുറേ മാനിപ്പുലേഷൻസ് ഫേക്കിങ്ങാണ് അവിടെ സംഭവിച്ചത്. ആ മുറിയിൽ അവിടെ ആരൊക്കെയാണ് ഉള്ളത്? ഒന്ന് അജു ഉണ്ട്, ഒന്ന് ആദിയുണ്ട്, പിന്നെ അവിടെ ഒരു സെറ്റ് ഓഫ് ക്യാമറാമാനുകളുണ്ട്. അതായത് ക്യാമറയുണ്ട്, ക്യാമറാമാൻസ് ഉണ്ടാവും, അവരുടെ അസിസ്റ്റൻസ് ഉണ്ടാവും, ലൈറ്റിങ്ങിനുള്ള ആൾക്കാരുണ്ടാവും, പിന്നെ കുറച്ച് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ആ മുറിയിലുള്ളത് അല്ലേ. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് അജുവിനെ തോന്നിപ്പിക്കുക, ഇത് ഒറിജിനലായിട്ടാണ് നടക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ പ്രേക്ഷകനെയും തോന്നിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അജുവിനെ ഒറിജിനലായിട്ട് തോന്നിപ്പിക്കുക, പക്ഷേ പ്രേക്ഷകനെ ക്യാമറയുടെ ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റിംഗ് യൂസ് ചെയ്തുകൊണ്ട് പ്രേക്ഷകനെ തോന്നിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഒരു സിനിമ എടുക്കുമ്പോൾ ഒരു ഡയറക്ടർ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. അല്ലെങ്കിൽ ക്യാമറ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് സ്റ്റേജ് ഷോയൊക്കെ എടുക്കുമ്പോൾ ഒരു സ്റ്റേജിൽ തന്നെ 10-20 ക്യാമറകളുണ്ടാവും. അപ്പോൾ ഒരു സമയത്ത് ഏത് വിഷ്വലാണ് കാണിക്കേണ്ടത് എന്നുള്ളത് അവിടെ ഇരിക്കുന്ന ഡയറക്ടറും എഡിറ്ററാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അജുവിന് ശരിയായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു, അത് ക്യാമറയിൽ തക്ക സമയത്ത് അത് പകർത്തുന്നു, അത് എഡിറ്റിങ്ങിൽ അത് ഉണ്ടാക്കിയ എഫക്റ്റുകളുണ്ടാകുന്ന ഫൂട്ടേജുകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഒരു ടെക്നിക്ക്. പിന്നെ ആദ്യത്തെ നമുക്ക് ടെക്നിക്ക് നോക്കാം. അദ്ദേഹം ഒരു വൂഡോ പാവ തുറക്കുന്നൊരു സമയമാണ്. അപ്പോൾ അവിടെ കണ്ടാൽ അറിയാം, ആരും പോയിട്ട് അദ്ദേഹത്തിൻ്റെ കൈമ പോയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ചെയ്യാവുന്നൊരു ട്രിക്ക് എന്നുള്ളത്
മുമ്പെപ്പോഴോ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക്, അത് വേറൊരാളുടെ വീഡിയോകൾ നിങ്ങൾ ഈ വീഡിയോ പോകാൻ വെച്ചിട്ടുള്ള പല വീഡിയോകൾ കാണുമ്പോഴും അറിയാം, എവിടെയാണോ ഇദ്ദേഹത്തിന് പൊള്ളലേൽക്കുന്നത് ആ ഭാഗം മുൻപേ തന്നെ ആദ്യമോ അല്ലെങ്കിൽ അവരുടെ അസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ തൊട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ പാവ തുറക്കുമ്പോൾ ഈ തുണിയിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ആവുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും ഒരു പൊള്ളൽ ഫീൽ ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ആ പാവ തുറക്കുന്ന തുണി അദ്ദേഹം എപ്പോഴാണോ കൈ ആ തുണിയുടെ മുകളിൽ വെക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആദ്യം അത് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ അദ്ദേഹം വെയിറ്റ് ചെയ്യാണ് അതിന് വേണ്ടിയിട്ട്, അദ്ദേഹം എപ്പോഴാണ് ആ കൈ അവിടെ തൊടാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇത് വേണമെങ്കിൽ വേറെ രീതിയിലും ചെയ്യാം. ഇതൊരു സാധ്യതയാണ് പറഞ്ഞത്. രണ്ടാമത്തെ സാധ്യത എന്നുള്ളത് ഇപ്പോൾ പല സംഭവങ്ങളും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇപ്പോൾ ലേസറായിട്ടുള്ള കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഒരാൾക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് ലേസർ ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ കയ്യിലേക്ക് ലേസർ ഗണ്ണ് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ചൂട് തോന്നിപ്പിക്കാം. അപ്പോൾ അത് ക്യാമറയിൽ കാണണമെന്നില്ല എന്നുള്ളത്. അദ്ദേഹം കൈ ഇങ്ങനെ മടക്കിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ക്യാമറയിൽ കാണാത്ത ഭാഗത്താണ് വിഷ്വലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ടെക്നിക്ക് എന്താണ്? ഇത് തന്നെ ഫാസിൽ ബഷീർ വേറൊരു ട്രിക്കിൽ നിങ്ങൾ അജുവിനെ ഒരു ട്രിക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഫാസിൽ ബഷീർ അദ്ദേഹത്തിൻ്റെ അജുവിൻ്റെ കയ്യിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കയ്യിലെ അടിയിൽ. അപ്പോൾ ആ ഒരു സമയത്ത് എന്തോ ഒരു കെമിക്കൽ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പുരട്ടുക, അല്ലെങ്കിൽ അത് ചിലപ്പോൾ പെട്ടെന്ന് തോന്നിക്കാവുന്ന സ്റ്റിക്കി ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും, ഒരു ചെറിയൊരു പൗഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. നമുക്കറിയാം, തൊലിപ്പുറത്ത് എന്തെങ്കിലും ഒരു സംഭവം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ കൈപ്പത്തിയിലല്ല അത് വരുന്നത്, അല്ലെങ്കിൽ പുറമേ കാണിക്കുന്ന പ്രേക്ഷകന് കാണുന്ന നേരെ ഭാഗങ്ങളിലല്ല ഇത് സംഭവിക്കുന്നത്. എവിടെയും ഒരു മറയുള്ള സ്ഥലങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നറിയാം അതൊരു മാജിക് ട്രിക്കാണെന്ന്. മറ എവിടെയുണ്ടോ അവിടെയാണ് മാജിക് ട്രിക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. മറയില്ലാതെ കാണിക്കുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലും സൈക്കോളജി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റുകളൊന്നും യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളിലായിരിക്കും സൈക്കോളജി യൂസ് ചെയ്യുന്നതെന്നുള്ളത് ആണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഒരു ട്രിക്ക് നമ്മൾ കഴിഞ്ഞു. പിന്നെ രണ്ടാമത് അനുഭവിക്കുന്നത് പറയുന്നത് പുറത്ത് കുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ആദ്യം ഇപ്പോൾ പാവേനെ ചെയ്യുന്ന സമയത്ത് ഒരു കാർഡ് കൊണ്ട് പാവയുടെ മുഖത്ത് തൊടുന്ന സമയത്ത് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ഈ പാവയിലാണ്. പക്ഷേ ആ സമയത്ത് അജുനെ കാണിക്കുന്നില്ല. അപ്പോൾ അവിടെ വേറൊരാൾ വന്നിട്ട് അദ്ദേഹത്തിന് മുഖത്തൊന്ന് തലോടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ ഷോട്ടിൽ അദ്ദേഹത്തെ മുഖമാണ് കാണിക്കുന്നത്. കാരണം അറിയാലോ, ഈ ഷോ അവർ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇങ്ങനെ ഒന്നാമത് പ്രേക്ഷകനാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക അജുവിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ ഒരു ആഭിചാരകൻ അല്ലെങ്കിൽ ഒരു ഫേക്ക് ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നു, നമ്മളെ ക്ഷണിക്കുന്നു, നമ്മളോട് കണ്ണടച്ചിരിക്കാൻ പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് പല കാര്യങ്ങൾ അവിടെ സൃഷ്ടിക്കുന്നു. അതിൽ നമുക്ക് തോന്നുന്നു അതൊക്കെ റിയലാണെന്ന് തോന്നുന്നു എന്നുള്ള കാര്യമാണ് അവരവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ലാതെ അത് പ്രേക്ഷകനെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല ആ ഷോ ചെയ്യുന്നത്. കാരണം അങ്ങനെയും സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനാണ്. അപ്പോൾ അത് വളരെ രസകരമായിട്ടാണ് അവർ ആ ഷോ ചെയ്യുന്നത്. കാരണം അത് ഷോയാണല്ലോ. അപ്പോൾ അജു പക്ഷേ നിരപരാധിയാണ്. ജെന്യുവിനായിട്ട് അജുവിനോട് ഈ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുണ്ടാവില്ല, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തതെന്നോ. അജുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും അല്ലെങ്കിൽ നീരജ് അവിടെ ഉണ്ടാവണം. നീരജ് പുറത്തിരിക്കുകയാണെങ്കിൽ നീരജിന് മനസ്സിലാവും ഇവരിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ നീരജിനെ അവിടേക്ക് കൊണ്ടുവരുന്നില്ല. ഈ ആദിയുടെ ആൾക്കാർ മാത്രമാണ് ആ റൂമിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ആംഗിൾ ശ്രദ്ധിച്ചാൽ അറിയാം, ക്യാമറ എപ്പോഴൊക്കെ അജുവിനെ കാണിക്കുന്നത് അത് ക്ലോസപ്പിലായിരിക്കും. പിന്നെ ഒരു സമയത്ത് പുറത്തുനിന്ന് കുത്തുന്ന സമയത്തൊക്കെ അജുവിനെ ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് വൈഡ് ആംഗിള് ആ സമയങ്ങളിലൊന്നും കാണിക്കില്ല. അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണാവുന്ന അല്ലെങ്കിൽ ആ റൂം മൊത്തമായിട്ട് കാണാവുന്ന ഒരു ആംഗിളുണ്ട്. ആ ആംഗിളുകളൊന്നും ഈ എഫക്റ്റ് വരുന്ന സമയത്ത് കാണിക്കില്ല. ക്ലോസപ്പ് ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ ക്ലോസപ്പുകളും ഒന്നല്ലെങ്കിൽ ആദീനെയോ അല്ലെങ്കിൽ പാവേനെയോ അങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും ഇവർ. അതുപോലെ തന്നെ രണ്ടാമത്തെ കുത്തുകണ സമയത്ത് ഇതുപോലെ തന്നെ അജുവിൻ്റെ മുഖം പെട്ടെന്ന് ക്ലോസിലായിരിക്കും, ആ വൈഡ് ആംഗിൾ കാണിക്കില്ല. അപ്പോൾ നിങ്ങൾക്കപ്പോൾ അതിൽ നിന്ന് തന്നെ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി കാണും എന്തായിരിക്കും അവിടെ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരാൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാവാതെ ഇയാളിൽ വിശ്വസിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്തു പോകും എന്നുള്ള കാര്യമാണ്.
അപ്പോൾ നമുക്കറിയാം സൈക്കോളജി എന്നുള്ളത് അതിന് കുറേ സാധ്യതകളുണ്ട്. ഒരാളെ നമുക്ക് കയ്യിൽ ഒരു സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരാൾ വേറൊരാളെ ഹിപ്നോട്ടിസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ചിലപ്പോൾ അയാളുടെ അടുത്ത് വന്നിരുന്ന് ചില സജഷനിൽ കൂടെ പെട്ടെന്ന് ഒരു സ്റ്റേജിലേക്ക് അയാളെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ അയാളെ കൊണ്ട് പല കാര്യങ്ങൾ തോന്നിപ്പിക്കാനും പറയിപ്പിക്കാനും സാധിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതൊക്കെ വളരെ കൺട്രോൾഡായിട്ടോ ചെയ്യാൻ പറഞ്ഞിട്ട് സാധിക്കുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അതായത് ഇവിടെ ഒരു സംഭവം ചെയ്യുമ്പോൾ വേറൊരാൾക്ക് ആ എഫക്റ്റ് കിട്ടുക എന്നുള്ളതൊക്കെ റിയൽ അല്ല, അതൊക്കെ മാജിക് ട്രിക്കാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഇതിൽ നിന്ന് പറയാതെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള പല കാര്യങ്ങളും. ഇപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ ഇനി ഈ ഒരു മെൻ്റലിസം ട്രിക്കുകൾ ഇനി കൂടുതൽ പറയാനായിട്ട് ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഒരു ട്രിക്ക് കൂടി പെട്ടെന്ന് പറയാം. ഒരു വീഡിയോ കൂടി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യം ഒരു ആനന്ദം, വളരെ പണ്ട് നടന്ന ഒരു വീഡിയോ ആണ്. ആനന്ദം ടീമിനെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഷോയ്ക്ക് വേണ്ടി വിളിക്കുന്നു. അതിൽ പെട്ടെന്ന് ആ പെൺകുട്ടിയോട് ഒരു പാട്ട് വിചാരിക്കാൻ പറയുന്നു. അതിനുശേഷം ആ പാട്ട് ആ പെൺകുട്ടി കയ്യിലൊരു ഹെഡ്ഫോൺ കയ്യിൽ വെച്ചിട്ടുണ്ട്. ആ ഹെഡ്ഫോൺ ചെവിയിലേക്ക് വെക്കാൻ പറയുന്നു. അതിനുശേഷം ആദ്യം പറയുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പെട്ടെന്ന് തൊട്ട് കഴിയുമ്പോൾ പെൺകുട്ടി ആ പാട്ട് കേൾക്കുകയാണ് ഹെഡ്ഫോണിൽ. അപ്പോൾ ആ പെൺകുട്ടി മനസ്സിൽ വിചാരിച്ച പാട്ട് ഒറിജിനലായിട്ട് ഹെഡ്ഫോണിൽ പ്ലേ ചെയ്യാണ്. എന്നാൽ ഹെഡ്ഫോൺ എവിടെയും കുത്തിയിട്ടുമില്ലാണ്. അപ്പോൾ ആ ഒരു ട്രിക്ക് കാണുമ്പോൾ, ആ ഒരു സംഭവം കാണുമ്പോൾ നമ്മൾ സാധാരണ പ്രേക്ഷകർ വിചാരിക്കുന്നത് എന്താണ്, ആദ്യം ആ പെൺകുട്ടിയെ സ്വാധീനിച്ചുകൊണ്ട് ആ സോങ് അവിടെ ആ സമയത്ത് പ്ലേ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ സൈക്കോളജി പരമായിട്ട് ഒരാളെ ഹിപ്നോട്ടിസ് ചെയ്തുകൊണ്ട് ഒരാളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു പാട്ടിൻ്റെ അംശങ്ങളെ കൊണ്ടുവരാനായിട്ട് തോന്നിപ്പിക്കാം. ഞാൻ ആ പാട്ട് കേൾക്കുന്നതായിട്ട് ഒരു സൈക്കോ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് അയാൾക്ക് തോന്നിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലായിരിക്കും അത് പ്ലേ ചെയ്യുന്നത്. പൂർണ്ണതയോടെ പ്ലേ ചെയ്യണമെന്നില്ല, ഒരു പാട്ടിൻ്റെ അംശങ്ങളൊക്കെ ആയിരിക്കും അയാൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ക്യാമറ സൂം ചെയ്യുമ്പോഴൊക്കെ ആ ഹെഡ്ഫോണിലെ സൗണ്ട് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ റിയലായിട്ട് പ്ലേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ഫോണിൽ കൂടെ ആണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ ചിലപ്പോൾ സൈക്കോളജി ആയിട്ട് പല കാര്യങ്ങളും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അതായത് ഇപ്പം നമ്മൾ നേരത്തെ അനന്തുവിൻ്റെ കേസിൽ പറഞ്ഞ പോലെ കുറേ സജഷൻസ് നേരത്തെ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പല ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാട്ട് ഇവർ പ്രഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പാട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കാം. അത് സൈക്കോളജി പരമായിട്ടുള്ള ട്രിക്ക് തന്നെയായിരിക്കാം, അത് ആദ്യയുടെ കഴിവ് തന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ സ്റ്റേജ് നടക്കുന്നത് മാജിക് ട്രിക്കാണ്. അതായത് നമുക്കറിയാം അത് എങ്ങനെയാണ് മാജിക് ട്രിക്കാണെന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മറ്റുള്ളവരെ കാണാതെയാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്, അല്ലേ? ഒന്ന് ഈ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവരെ കാണാതെ ഫേസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഹെഡ്ഫോണിൽ കൂടെയാണ് പ്ലേ ചെയ്യുന്നത്. ഹെഡ്ഫോണിൽ കൂടെ പ്ലേ ചെയ്യണമെങ്കിൽ ഒരാൾക്ക് എത്ര അധികം അതീന്ദ്രിയ ശക്തി, മനസ്സിന് പവറുണ്ടെന്ന് പറഞ്ഞാലും ഒരു ഹെഡ്ഫോണിൽ കൂടെ തരംഗങ്ങളായിട്ട് പാട്ടിനെ കടത്തിവിടാനായിട്ടൊന്നും ഒരാൾക്കും സാധിക്കില്ല. അത് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിളാണ്. അങ്ങനെയൊരു റിപ്പോർട്ടോ ഒരു സ്ഥലത്തുണ്ടായിട്ടില്ല. ഇപ്പോൾ പലർക്കും പറയാറുണ്ട് മനസ്സിൻ്റെ ശക്തി കൊണ്ട് പേപ്പർ അനക്കി, അല്ലെങ്കിൽ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ചില സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തു എന്നൊക്കെ പലരും അവകാശപ്പെടാറുണ്ട്. പലതിനും സയൻറ്റിഫിക് ആയിട്ടുള്ള അടിത്തറയൊന്നുമില്ല. പക്ഷേ ചിലർ പറയാറുണ്ട് എനിക്ക് അങ്ങനെ കഴിവുണ്ടെന്ന്. പക്ഷെ അങ്ങനെ കഴിവുള്ളവർക്ക് തന്നെ വളരെ ചെറിയ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ചെറിയൊരു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ദീർഘനാളത്തെ ട്രെയിൻ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കും അയാൾക്കത് സാധ്യമാവുന്നത്. അപ്പോൾ പക്ഷേ ഒരാൾക്ക് ഒരു ഹെഡ്ഫോണിൽ കൂടെ ഒരു പാട്ടിനെ പ്ലേ ചെയ്യിക്കാനുള്ള അത്രയും വലിയ കഴിവൊന്നും ഒരാൾക്കും ഈ ഭൂമിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ആരും അവകാശപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്, അദ്ദേഹം നോക്കിയാൽ അറിയാം ആ ഹെഡ്ഫോണിൻ്റെ എൻ്റെ അദ്ദേഹം കാണിക്കുന്നില്ല, എൻ്റെ അദ്ദേഹം കൈയുടെ ഉള്ളിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും ആ സോങ് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ, അല്ലെങ്കിൽ ഇദ്ദേഹം വിചാരിച്ചു വെച്ചിരുന്ന ഒരു സോങ് ആ പെൺകുട്ടിയെ കൊണ്ട് തോന്നിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹം ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണെന്ന് വിചാരിക്കുക. ഒന്ന്. അപ്പോൾ അതിനൊക്കെ എന്തൊക്കെ ബേസുകളുണ്ടെന്ന് നമുക്കറിയില്ല. ഈ പെൺകുട്ടിയായിട്ട് മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ, ഈ പെൺകുട്ടിയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ, ഈ പെൺകുട്ടി ഏത് ജോണറിലുള്ള പാട്ടുകളാണ് കേൾക്കുന്നതെന്ന് നമുക്ക് അതൊക്കെ ഇദ്ദേഹം ഇതിൻ്റെ പിറകിലൊക്കെ വലിയ
ഹോംവർക്കുകളും ഒരാളെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തുമ്പോഴൊക്കെ ഇദ്ദേഹവും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ടീമും കുറേ ഇതിന് വേണ്ടിയിട്ട് റിസർച്ചുകൾ നടത്തുന്നുണ്ട്. ഓരോ വ്യക്തികൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ഇഷ്ടം, എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെയാണ് അവർ സ്ഥിരമായിട്ട് കേൾക്കുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിൽ നിന്നും അപ്പോൾ ഒരു കുറേ സാധ്യതകളിൽ നിന്നും ഒരു സാധ്യതയിലേക്ക് ഈ വ്യക്തിനെ ആ സമയത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് സൈക്കോളജി പരമായിട്ട് ഇവർ ചെയ്യുന്ന ട്രിക്ക്. അത് സൈക്കോളജിക്കലായിട്ടുള്ള ഇവരുടെ കഴിവ് തന്നെയാണ്. മീൻസ് അവർ പഠിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടും അവരുടെ അനലിറ്റിക്കൽ പവർ കൊണ്ടും അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒമിറ്റ് ചെയ്തുകൊണ്ടും അദ്ദേഹം ഒരു പോയിന്റിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പിന്നെ പ്ലേ ചെയ്യുക എന്നുള്ളത് അത് കറക്റ്റ് മാജിക് ട്രിക്കാണ്. നമുക്കറിയാം പണ്ട് ഇത് ഈ ഒരു ഡിവൈസ് ഇറങ്ങിയിട്ടുള്ളതാണ്. അതായത് ബ്ലൂടൂത്തിൻ്റെ ഒരു ഗാഡ്ജറ്റ്, അതൊരു ട്രാൻസ്മിറ്റർ പോലെയാണ് ട്രാൻസ്മിറ്ററും റിസീവർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് മുമ്പ് സോണിക്കും അതുപോലെ പല കമ്പനികളും ഞാനും യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഡിവൈസ്, അതായത് നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലേക്ക് വരിക, വയറില്ലാത്ത ഹെഡ്ഫോൺ എന്നുള്ള രീതിയിലാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല വയറുള്ള ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടോ എന്ന്. ആരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് ഇപ്പോൾ മൊബൈൽ ഷോപ്പിലും അല്ലെങ്കിൽ ടെക് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും ഈ ഞാൻ പറയുന്നത് എന്താണെന്ന്. അതായത് വയറായിട്ടുള്ള സാധാരണ ഹെഡ്ഫോണിനെ ബ്ലൂടൂത്ത് ഹെഡ്ഫോണാക്കി മാറ്റാവുന്ന ഒരു ഗാഡ്ജറ്റൊക്കെ മുമ്പ് അവൈലബിൾ ആണ്. അത് വളരെ ചെറിയ ഒരു വിരലിൻ്റെ ഒരു ചെറിയൊരു വലുപ്പത്തിൻ്റെ അത്രയും വലുപ്പത്തിൽ ഈ ഗാഡ്ജറ്റുകൾ അവൈലബിൾ ആണ്. അതായത് അതിൻ്റെ ആ ഗാഡ്ജറ്റിൻ്റെ ഒരു എൻഡിൽ ഈ ഹെഡ്ഫോൺ കുത്താനുള്ള ഒരു പോർട്ട് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഈ ഹെഡ്ഫോൺ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗാഡ്ജറ്റ് ആണ് മൊബൈലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ പാട്ടിനെ സ്വീകരിക്കുകയും പാട്ടിനെ ഈ ഹെഡ്ഫോണിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നത് സാധാരണ ഒരു ഹെഡ്ഫോണിനെ എങ്ങനെ ബ്ലൂടൂത്ത് ഹെഡ്ഫോണാക്കി മാറ്റാം എന്നുള്ള കാര്യമാണ് ആ ഗാഡ്ജറ്റ് ചെയ്യുന്നത്. അതധികം പോപ്പുലർ അല്ലാത്തൊരു സംഭവമാണ്, അധികം ആളുകൾക്കും അറിയാത്തൊരു സംഭവമാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും പുതുതായിട്ട് അത് കേൾക്കുന്നുണ്ടാവായിരിക്കാം. പക്ഷെ ഞാനത് ആ ഗാഡ്ജറ്റ് മേടിച്ചിട്ടുള്ളതാണ് പണ്ട് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ടെക് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആ ഗാഡ്ജറ്റുകൾ ഇഷ്ടം പോലെ അവരുടെ ഷോപ്പിലൊക്കെ വന്നിട്ടുള്ളതാണ്, അവർക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് തന്നെ വളരെ ചെറിയ സാധനങ്ങളുണ്ട്, കുറച്ച് വലുപ്പത്തിലുള്ളതുണ്ട്, പല സൈസിലുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം ആ സമയത്ത് ആദ്യം പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ക്യാമറയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ പെൺകുട്ടിയുടെ മേത്തേക്കാണ്. ഇദ്ദേഹം ഒരു സൈക്കോളജി അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഈ പെൺകുട്ടിയുടെ കണ്ണുകളിലേക്കാണ്. പക്ഷേ അദ്ദേഹം അറിയാതെ പോക്കറ്റിൽ നിന്നോ പല സ്ഥലങ്ങൾ ഒളിപ്പിച്ച് വെച്ച് ഈ ഗാഡ്ജറ്റ് എടുത്തുകൊണ്ട് കൈയുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ആ സമയത്ത് ഈ ഹെഡ്ഫോണിൻ്റെ ജാക്ക് അതിലേക്ക് ഇൻസേർട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ വേറൊരാൾ സഹായി ഒരു സമയത്ത് ആ പാട്ട് പ്ലേ ചെയ്യുന്നു, പതുക്കെ സൗണ്ട് കൂട്ടി പാട്ട് പ്ലേ ചെയ്യുന്നു, ഈ പെൺകുട്ടിക്ക് ആ പാട്ട് കേൾക്കുന്നു എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൽ പകുതി സൈക്കോളജിയും പകുതി മാജിക് ട്രിക്ക് ആയതുകൊണ്ട് ഇത് മൊത്തത്തിൽ നമ്മൾ വിചാരിക്കും, അതായത് ഒരു മെൻ്റലിസ്റ്റ് ചെയ്യുന്നത് തൻ്റെ പോരായ്മകൾ എവിടെയൊക്കെയാണോ നമുക്കൊരു വലിയൊരു കാര്യം ചെയ്യേണ്ടത് അപ്പോൾ അവിടെ കുറച്ച് കാര്യം എനിക്കറിയാം, പക്ഷെ കുറച്ച് കാര്യം എനിക്ക് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ അവിടെ എന്താ ചെയ്യുക, അറിയുന്ന കാര്യം നമ്മൾ ചെയ്തതിന് ശേഷം അറിയാത്ത കാര്യം നമ്മൾ ഫേക്കായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് ഫേക്കല്ല, അതൊരു മാജിക് ട്രിക്കാണ് എന്നുള്ളത് കൊണ്ട് മാജിക്കിലും അങ്ങനെ തന്നെയാണല്ലോ സംഭവിക്കുന്നത്. മനുഷ്യനറിയാതെ പല കാര്യങ്ങൾ ചെയ്തു വയ്ക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം പണ്ടത്തെ മാജിക്കല്ല ഇപ്പോഴത്തെ മാജിക്ക്. ഇപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് മാജിക്കൊക്കെ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്ന ഗാഡ്ജറ്റുകളൊക്കെ വളരെ 30 വർഷം 50 വർഷമൊക്കെ പഴക്കമുള്ള ഗാഡ്ജറ്റുകൾ തന്നെയാണ്. അതായത് തൊപ്പിയിൽ നിന്നും മൊയിലിനെ വരുത്തുക, വടിയിൽ നിന്നും പൂവിനെ ഉണ്ടാക്കുക, ഇതൊക്കെ നമുക്ക് ആമസോണിൽ നിന്നായാലും ഇപ്പോൾ ഓരോരുത്തർക്കും വന്ന് മേടിക്കാവുന്ന സാധനങ്ങളുള്ളൂ. പക്ഷേ ഇന്ന് ഈ പുതിയ ടെക്നോളജികൾ യൂസ് ചെയ്തുകൊണ്ട് നിരവധി മാജിക്കൽ ഗാഡ്ജറ്റ്സുകൾ അവൈലബിൾ ആണ്. അത് മനുഷ്യന് സങ്കല്പിക്കാൻ പോലും അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത പല കാര്യങ്ങളും മാർക്കറ്റിലും അല്ലെങ്കിൽ മാജിക്കൽ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ അതിനെ കൂടുതലായിട്ട് പഠിക്കുന്ന അതിനായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അത് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ സിമ്പിളായിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ പല മാജിക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു കാൽക്കുലേറ്റർ വെച്ചിട്ട് ഈ മെൻ്റലിസം ചെയ്യുന്നൊരു കാര്യം. ഒരു കാൽക്കുലേറ്ററിൽ നിരവധി കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് പറയുന്നു. അതായത് ആദ്യം ഒരു
നമ്പർ പറയുന്നു, അതായത് 3 അക്ക നമ്പർ പ്രേക്ഷകനോട് പറയുന്നു, നിങ്ങളൊരു 3 അക്ക നമ്പർ മനസ്സിൽ വിചാരിക്കുക, അത് കാൽക്കുലേറ്ററിൽ, അതായത് ഇദ്ദേഹം ഒരു ഫോൺ എടുത്ത് കൊടുക്കുന്നു, രണ്ടുപേരായിട്ടുള്ള കോൺവെർസേഷൻ. ആ സമയത്ത് മെൻ്റലിസ്റ്റ് കയ്യിലുള്ള ഫോൺ എടുത്ത് ഈ വ്യക്തിക്ക് കൊടുത്തിട്ട് ഇതിൽ ഫോണിലെ കാൽക്കുലേറ്റർ തുറന്നു വെച്ചുകൊണ്ട് ഇയാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, ഈ ആദ്യം ഒരു 3 അക്ക നമ്പർ വിചാരിക്കാൻ പറയുന്നു. ആ 3 അക്ക നമ്പർ വിചാരിക്കുന്നു. അതിനുശേഷം അതിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് വേറൊരു 3 അക്ക നമ്പർ പറയാൻ പറയുന്നു. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ അദ്ദേഹം തന്നെ, അതായത് ഇയാൾ പറയാത്ത നമ്പർ തന്നെ മറ്റേ വ്യക്തി കുറേ നമ്പറുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് പോയിട്ട് അവസാനം സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. അവസാനം ഇനി ഈക്വൽ ടു കൊടുക്കാൻ പറയുന്നു. ഈക്വൽ ടു കൊടുത്തതിന് ശേഷം അപ്പോൾ ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു വലിയൊരു അക്ക സംഖ്യ ഉണ്ടാവും. അപ്പോൾ അത് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ മെൻ്റലിസ്റ്റ് പറയുന്നു, ആദ്യത്തെ 7 2 3 4 ഇയാൾ പറയുന്ന വാക്ക്, ആ അക്ഷരം, ആ ഡിജിറ്റ് തന്നെയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ കാൽക്കുലേറ്ററുള്ളത്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ മനുഷ്യന് വിചാരിക്കും ഇതൊക്കെ ഇയാൾ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം കാരണം ഇയാൾ പറഞ്ഞ നമ്പറുകളാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇയാൾക്ക് മാത്തമാറ്റിക്കൽ പവർ ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾക്ക് പലരെയും കാണാറുണ്ട്, മാത്തമാറ്റിക്കൽ ജീനിയസുകളെ പെട്ടെന്ന് 3 അക്ക നമ്പറുകൾ ഗുണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗുണിച്ച് അതിൻ്റെ റിസൾട്ട് പറയുന്നു. പക്ഷേ ഇവിടെ ഇദ്ദേഹം ആ നമ്പറുകൾ പറയുന്നില്ല, മറ്റേ പ്രേക്ഷകനാണ് ആ നമ്പർ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ അത് മാജിക് അനുഭവിക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫോണിൽ തന്നെ നിരവധി ആപ്പുകൾ അവൈലബിൾ ആണ്. നമുക്കറിയാം, ഇന്നൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വ്യക്തികൾക്ക് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ബോധമുണ്ട്, അതിൽ കഴിവുണ്ട്. നമുക്ക് കസ്റ്റമായിട്ട് തന്നെ ഇഷ്ടം പോലെ ആപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തിടാം ഫോണിൽ. അതിന് ഒറിജിനൽ കാൽക്കുലേറ്ററിൻ്റെ തന്നെ ഷേപ്പിലും അതേ ആസ്തറ്റിക്സിലും അതേ ഫ്രണ്ട് എൻഡ് ആയിട്ടൊക്കെ നമുക്കൊരു ആപ്പ് കസ്റ്റമായിട്ട് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ ഇദ്ദേഹം മറ്റേയാളുടെ ഫോണിൽ നിന്നാണ് ഒരു കാൽക്കുലേറ്റർ തുറന്നു കൊടുക്കണമെങ്കിൽ ഓക്കെ, ഇദ്ദേഹത്തിന് എന്തോ കഴിവുണ്ടെന്ന് നമുക്ക് പറയും. പക്ഷേ ഇദ്ദേഹം സ്വന്തം ഫോണിലെ കാൽക്കുലേറ്ററാണ് തുറന്നുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനർത്ഥം ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, കാൽക്കുലേറ്റർ പോലത്തെ ആപ്പ്. അതിലിങ്ങനെ ഇങ്ങനെ ഒരു ക്ലോസ് വയ്ക്കുന്നു, ഈക്വൽ ടു ഞെക്കി കഴിഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു നമ്പർ അതിൽ തെളിയണം. അപ്പോൾ നമുക്കറിയാം ഇദ്ദേഹം വലിയ നമ്പറുകൾ, ഇപ്പോൾ 4 ഒറ്റക്ക സംഖ്യ അവിടെ പറയില്ല ഇവർ, അതായത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന, ഇപ്പോൾ ഒറ്റക്ക സംഖ്യ ആണെങ്കിൽ 2 × 3 എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. 2 × 3 6, 6 × 2 12. അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഉത്തരം. അപ്പോൾ ഇവിടെ മറ്റുള്ളവർക്ക് ഇത് കോംപ്ലിക്കേറ്റഡ് വലിയൊരു സംഭവമാണ് ഇയാൾ ചെയ്യുന്നതെന്ന് പറയുന്ന രീതിയിൽ ഫേക്ക് ചെയ്യണം. ശരിക്കും അതാണ് അവിടുത്തെ വീക്ക് പോയിൻ്റ്. ഇദ്ദേഹം വലിയ നമ്പറുകൾ പറയുമ്പോൾ പ്രേക്ഷകനും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല. പ്രേക്ഷകൻ വിചാരിക്കുന്നത് ഇതൊരു വലിയ നമ്പറായിരിക്കും, പക്ഷെ അവന് കറക്റ്റായിട്ട് അനലിറ്റിക്കൽ പവർ, ഈ മാത്തമാറ്റിക്കൽ പവർ ഇല്ലാത്ത, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഒരു ജീനിയസ് ആയിരിക്കണം അദ്ദേഹം അടിക്കുന്ന നമ്പറുകളുടെ കറക്റ്റ് ആൻസർ അദ്ദേഹത്തിന് അറിയുകയാണെങ്കിൽ ഓക്കെ, അദ്ദേഹത്തിന് പറയാം ഇത് തെറ്റാണെന്ന് ആൻസർ. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഇവർ ഈ ട്രിക്ക് ചെയ്യാനായിട്ട് പോവുകയില്ല. വളരെ സാധാരണക്കാരായ ആൾക്കാരുടെ അടുത്തായിരിക്കും ഈ ട്രിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായില്ലോ ഈ സംഭവം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, ടെക്നിക്കലായിട്ട് നിരവധി കാര്യങ്ങൾ അവൈലബിൾ ആണ്. നമ്മൾ പോലും വിചാരിക്കാതെ നിരവധി കാര്യങ്ങൾ, ഇഷ്ടം പോലെ കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഇന്ന് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരെ സഹായം നമ്മുടെ മാജിക്കിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്നൊന്നും യാഥാർത്ഥ്യമല്ല. എവിടെയൊക്കെ നമ്മൾ കബളിപ്പിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മാജിക് ട്രിക്കുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നവർ കബളിപ്പിക്കുക എന്നുള്ള രീതിയിലല്ല. ഇവരും ഒരു ആർട്ട് ഫോമാണല്ലോ ചെയ്യുന്നത്. പണ്ട് മുതലേ മാജിക് ചെയ്യും. നമ്മൾ മാജിക് കാണാൻ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരവിടെ ചെയ്യുന്നത് ട്രിക്കാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ അതാണ് മെൻ്റലിസത്തിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും മെൻ്റലിസം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവാത്തവർ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരാളുടെ പവറൊക്കെയാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ധാരണകൾ മാറ്റാനാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞല്ലോ, വളരെ കുറച്ച് പേരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർ. അത് സൈക്കോളജി യൂസ് ചെയ്യണമെങ്കിൽ വളരെയധികം എഫേർട്ടുകളും അത് കുറേ നാളത്തെ അവരുടെ കഷ്ടപ്പാടുണ്ടാവും. അതിനൊന്നും നമ്മൾ വില കുറച്ച് കാണരുത്. പ്രത്യേകിച്ച് ഈ ആദി, അനന്തു പോലെയുള്ള ആളുകൾ നിരവധി പഠനങ്ങളും നിരവധി റിസർച്ചുകളും ഇതിൻ്റെ പിന്നാലെ നടന്ന് ഇതിൻ്റെ പല കാര്യങ്ങൾ പഠിച്ച് അങ്ങോട്ടാണ് അവർ ആ സൈക്കോളജിക്കൽ ട്രിക്കുകൾ അതിൽ അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ കാണുന്നൊരു ട്രെൻഡ് എന്നുള്ളത്, ഏത് ചെറിയ മാജിക്ക് അറിയാവുന്നവനും മെൻ്റലിസ്റ്റാണ്.
അതായത് അവർ ഫേക്ക് മെൻ്റലിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ ഫേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സാധാരണ അവർ അവതരിപ്പിക്കുന്നത് മാജിക്കാണ്, പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ മെൻ്റലിസം എന്നുള്ള രീതിയിൽ പറഞ്ഞതിന് ശേഷം താനൊരു മെൻ്റലിസ്റ്റ് ആണെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു പൊടിക്കൈകളോ സൈക്കോളജിക്കലായിട്ടുള്ള പൊടിക്കൈകൾ മാത്രം വെച്ചുകൊണ്ട് ഭൂരിഭാഗവും മാജിക് വെച്ചുകൊണ്ട് അവർ ആൾക്കാരെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാര്യം അവർക്കറിയാം, ഈ സാധാരണ മാജിക് കൊണ്ടൊന്നും ഇപ്പോൾ മനുഷ്യർക്ക് ട്രെൻഡ്, കാരണം ഓൾറെഡി മാജിക്കുകൾ ആൾക്കാർക്ക് വലിയ താല്പര്യം ഇല്ലാണ്ടായി മാറിയിരിക്കും. കാരണം മെൻ്റലിസ്റ്റുകളെയാണ് താല്പര്യം. ഒരാളുടെ മനസ്സ് വായിച്ചെടുക്കുന്നു. പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ, മെൻ്റലിസ്റ്റും കാണുമ്പോൾ പേടിയാവുന്നു. അദ്ദേഹം ഉടൻ തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മൊത്തം വായിച്ചെടുക്കും. എല്ലാ കാര്യങ്ങളും അയാൾക്കറിയാം. അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും അവിടെ സാധ്യമാവും എന്നുള്ളതൊക്കെ പേടി പലരുടെയും മനസ്സിലുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണെന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി. അപ്പോൾ ഇവർ സാധാരണ ഇപ്പോൾ ഒരു മാജിക്കാരനായിട്ടുള്ള വ്യക്തി ഇനി മാജിക് കൊണ്ട് മാത്രം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സമൂഹം ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ എല്ലാവരും മെൻ്റലിസത്തിൽ മാറിയേ തീരൂ. അപ്പോൾ സമൂഹത്തിൽ വിലയും നിലയും ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവണമെങ്കിൽ മെൻ്റലിസ്റ്റ് ആണെന്ന് പറയണം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഈ ഭാവിയിലെ അവരൊക്കെ ഈ ലെവലിൽ വരും. പക്ഷേ പലരും ഇപ്പോൾ വെറും മാജിക്കാണ് കാണിക്കുന്നത്. വെറും മാജിക്കിനെ മെൻ്റലിസം എന്നുള്ള രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് മനുഷ്യരെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ള ഒരു കാര്യം, മെൻ്റലിസത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഒന്നാമത്തെ ഗുണം എന്നുള്ളത് അവർ മെൻ്റലിസ്റ്റുകൾ പറയാനായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം, പ്രത്യേകിച്ച് ആദി, അനന്തു തുടങ്ങിയുള്ളവരൊക്കെ, ഫാസിൽ ബഷീറൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഭൂമിയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ അതീന്ദ്രിയ ശക്തികൾ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന പലരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫേക്ക് ആണ് എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് തൻ്റെ സാധ്യതകൾ പല കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു കാര്യം അവിടെ മനുഷ്യർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഭക്തിയുടെ മേഖലകളിൽ നിരവധി പേര് കാണിക്കുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ നമുക്ക് ക്രിസ്ത്യാനിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ പല രോഗശാന്തി, പല അത്ഭുതങ്ങൾ നടക്കുന്നു. അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഇതിൽ ബാധ ഒഴിപ്പിക്കുന്നു, അല്ലെങ്കിൽ പല വിഗ്രഹങ്ങൾ വരുന്നു. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ, എല്ലാവരുടെയും മതങ്ങളിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ട്രിക്കുകളാണ്. മനുഷ്യൻ ഫേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. മനുഷ്യന് ഈ സാധ്യതകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തു വേണമെങ്കിലും മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാം എന്നുള്ള കാര്യമാണ് ഇവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുവിധം ഒരു വലിയൊരു വാസ്തവമുണ്ട്. കാരണം ഭൂമിയിൽ ഭൂരിഭാഗം നടക്കുന്ന പല കാര്യങ്ങളും മനുഷ്യൻ ഫേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഒരു തർക്കവുമില്ല. അതെല്ലാ മതവിഭാഗത്തിലുണ്ട്. ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, ഹിന്ദുക്കളിലുണ്ട്, മുസ്ലിമുകളിലുണ്ട്. അതായത് മനുഷ്യരെ പല കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക, അതിനുശേഷം തങ്ങൾക്ക് വലിയ കഴിവുകളുണ്ടെന്ന് അവരെ അവകാശപ്പെടുക, അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളെ മനുഷ്യന് വിശ്വാസം ജനിപ്പിക്കുക, അതിൽ നിന്ന് പൈസ കൊണ്ട് മുതലാക്കുക, പല കാര്യങ്ങളെ കൊണ്ട് അവരെ മുതലെടുക്കുക എന്നുള്ള കാര്യമാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ അതിനെതിരെ അവയർനെസ് കൊടുക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഒരു ദോഷവശം, ഒരു വലിയൊരു ദോഷവശം എന്ന് പറയുന്നത്, ജെന്യുവനായിട്ടുള്ള പല കാര്യങ്ങളെയും ഇവർ ജനറലൈസ് ചെയ്യുകയും നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന വലിയൊരു ദോഷം. അതായത് ഭൂരിഭാഗവും മെൻ്റലിസ്റ്റായിട്ടുള്ള വ്യക്തികൾ ദൈവവിശ്വാസികളല്ലാത്തവരാണ്. റാഷണലായിട്ട് ചിന്തിക്കുന്നവരും യുക്തിബോധത്തോടുകൂടി ചിന്തിക്കുന്ന യുക്തിവാദികളും ആയിരിക്കും ഭൂരിഭാഗവും മെൻ്റലിസ്റ്റ് ആളുകളും. അപ്പോൾ അവർ ഒരു ഫേക്കായിട്ടുള്ള, അതായത് ഈ ലോകത്ത് ഒറിജിനലായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനെ ഫേക്ക് ചെയ്യുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് നേരത്തെ മുമ്പേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഐഫോൺ നമുക്കറിയാം ഒറിജിനലായിട്ടുള്ള സംഭവമാണ്. പക്ഷേ മാർക്കറ്റിൽ നിരവധി ഐഫോണുകൾ, ഫേക്ക് ഐഫോണുകൾ നമുക്ക് മേടിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ഇതുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വേറൊരു മതത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയല്ല പറയുന്നത്. ക്രിസ്ത്യാനിറ്റി, എനിക്കറിയാവുന്ന മതം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന മതമായ ക്രിസ്ത്യാനിറ്റി, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ ദൈവം, യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവമായിട്ട് ഭൂമിയിൽ വന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എന്നെ വിശ്വസിക്കുന്നവർക്ക് നിരവധി അടയാളങ്ങളുണ്ടായിരിക്കും. അതായത് എന്നെ വിശ്വസിക്കുന്നവർക്ക് പല കാര്യങ്ങളും അവർക്ക് മനുഷ്യരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ രോഗികളെ സുഖമാക്കാനായിട്ട് സാധിക്കും, പിശാചുക്കളെ പുറത്താക്കാനായിട്ട് സാധിക്കും. അതുപോലെ അതൊക്കെ എല്ലാം ഹോളി സ്പിരിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യം യേശു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ക്രിസ്ത്യാനികൾ, അതായത് യേശുവിൻ്റെ മരണശേഷം തുടർന്ന് വന്ന ആദിമ ക്രൈസ്തവ സമൂഹമുണ്ട്, അവരുടെക്ക് ഇത് കോമൺ ആയിരുന്നു. അവിടെ എല്ലാം രോഗശാന്തികളും നിരവധി അടയാളങ്ങൾ, പല ഭാഷകളിൽ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നതും അങ്ങനെ നിരവധി കഴിവുകൾ അവർക്ക് ലഭിച്ചിരുന്നു യേശുവിലുള്ള വിശ്വാസം കൊണ്ട്. ഹോളി സ്പിരിറ്റ് അവരിലേക്ക് വരുമ്പോൾ, കാരണം നമുക്കറിയാം നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളൊരു വളരെ അപൂർണമായിട്ടുള്ള വളരെ പരിമിതികൾക്കുള്ളിലാണ് ഒരു മനുഷ്യൻ്റെ ശരീരം എന്നുള്ളത്. അപ്പോൾ ഈ ലോകത്ത് അല്ലാതെ വേറൊരു ഇതിനേക്കാളും പൂർണ്ണതയേറിയ ഒരു ലോകത്തിൻ്റെ ഒരു ഹെൽപ്പ് നമുക്കുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഏലിയനായിട്ടുള്ളൊരു സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെക്കാളും കൂടുതൽ പവർ അദ്ദേഹത്തിനുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പോലെ തന്നെ യേശു നമുക്ക് തരുന്ന ഒരു ദാനമായിട്ടാണ് തരുന്നത്. ഹോളി സ്പിരിറ്റ് എന്നുള്ള ഒരു ശക്തി, ഒരു ദൈവം തന്നെയായിട്ടുള്ള വേറൊരു ശക്തിയെ ഓരോ മനുഷ്യർക്കും തരുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഹോളി സ്പിരിറ്റ് കൊണ്ട് നമുക്ക് ദൈവത്തെ കൂടുതലായിട്ട് അറിയാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പോരായ്മകളെ മറികടക്കാനുള്ള കഴിവുകളും അതിൽ നിന്ന് ലഭിക്കുക എന്നുള്ള കാര്യം വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് എവിഡൻ്റായിട്ട് ഇപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നു. നിരവധി സ്ഥലങ്ങളിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന ബൈബിളിലൊക്കെ അത് കാണാനായിട്ട് സാധിക്കും. നിരവധി സ്ഥലങ്ങളിൽ തൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്ന അത്ഭുതങ്ങൾ, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം അവിടെ കാണിക്കും. അപ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് വരുന്ന ആദിമ ക്രൈസ്തവ സമൂഹങ്ങളിലൊക്കെ ഇത് എവിഡൻ്റായിട്ട് പല സഭകളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ വിശ്വാസത്തിന് ക്ഷയം സംഭവിക്കുകയും പലരിൽ നിന്ന് വിശ്വാസം മാറുകയും അതുപോലെ തന്നെ പലരും ലോകത്തിൻ്റെ മായകളിൽ മുങ്ങിക്കൊണ്ട് പല യുക്തിപരമായിട്ടും ബുദ്ധിപരമായിട്ടൊക്കെ ചിന്തിച്ച് ഈ ഒരു കഴിവുകൾ പലരിൽ നിന്നും മാറിപ്പോയി. പിന്നീട് ഈ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനം വരുന്നത് ഏകദേശം ഈ 20-ാം നൂറ്റാണ്ടിലാണ്. അതായത് 1950-80 കാലഘട്ടങ്ങളിലാണ് ഒരു കരിസ്മാറ്റിക് റിന്യൂവൽ സംഭവിക്കുന്നത് ഈ കത്തോലിക്ക സഭയിൽ. വീണ്ടും പുതിയൊരു ഹോളി സ്പിരിറ്റിൻ്റെ ഒരു പ്രകടമായിട്ടുള്ളൊരു പ്രവർത്തനം കത്തോലിക്ക സഭയിൽ സംഭവിക്കുന്നത് ആ സമയത്താണ്. അത് ലോകം മുഴുവൻ പല സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് സംഭവിച്ചത് കേരളത്തിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കത്തോലിക്ക സമൂഹങ്ങളുടെ ഉള്ളിലാണ് അത് സംഭവിച്ചത്. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം നിരവധി വ്യക്തികൾക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ, ക്രിസ്ത്യാനി പറയുന്ന പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റിൻ്റെ വളരെയധികം അത് ധ്യാനങ്ങളിൽ പങ്കെടുക്കുമ്പോഴും അതുപോലെ തന്നെ ദൈവത്തെ പ്രൈസ് ചെയ്യുന്ന സന്ദർഭങ്ങളിലും കൂട്ടായ്മകളിലൊക്കെ ഈ ഹോളി സ്പിരിറ്റ് വളരെ അധികമായിട്ട് ഓരോ മനുഷ്യർക്കും കിട്ടാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് അത് കിട്ടി തുടങ്ങിയപ്പോൾ വീണ്ടും അവർക്ക് ആദിമസഭയിലുള്ള പോലെ തന്നെ പല പല കഴിവുകളും പല പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുണ്ട് ബൈബിളിൽ പറയുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ പ്രകടമാവാനായിട്ട് തുടങ്ങി. അപ്പോൾ അവർ ആ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി പ്രവൃത്തികൾ ചെയ്തപ്പോൾ കുറേ പേർക്ക് ഈ വിശ്വാസം വീണ്ടും വീണ്ടും തുടങ്ങി. അതായത് ദൈവമുണ്ടെന്നും, കാരണം ഒരു കാര്യം നമ്മൾ മനുഷ്യരോട് 100 വട്ടം ദൈവമുണ്ട്, ദൈവത്തിനെല്ലാം സാധിക്കുമെന്ന് 100 വട്ടം പറയുന്നതിനേക്കാളും നമ്മളൊരു പ്രവൃത്തി കാണാണ്. ഒരു രോഗിയായിട്ട് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് നടക്കാത്തൊരു കാര്യം ഇയാളിൽ കൂടെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് വ്യക്തികൾക്കെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് വിശ്വാസം വരും. അപ്പോൾ അത് ദൈവം കാണിക്കുന്ന, ഈ ഭൂമിയിൽ കാണിക്കുന്ന വലിയൊരു ഔദാര്യമാണ്. ശരിക്കും അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല ശരിക്കും ഭൂമിയിൽ. അതിനെപ്പറ്റി നമ്മൾ പിന്നീടുള്ള വീഡിയോയിൽ പറയാം, എന്തുകൊണ്ടാണ് ദൈവം എല്ലാ അത്ഭുതങ്ങളും നടത്താത്തതെന്നും ഭൂമിയിൽ കയറി ഇടപെടാത്തത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് പിന്നീടുള്ളൊരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ആ വിഷയം അതല്ലാത്തത് കൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. അപ്പോൾ അങ്ങനെ ഒരു കരിസ്മാറ്റിക് റിന്യൂവൽ ഉണ്ടായപ്പോൾ നിരവധി ധ്യാന കേന്ദ്രങ്ങളുണ്ടായി. അവിടെയെല്ലാം ഹോളി സ്പിരിറ്റിൻ്റെ വലിയ വലിയ പ്രവർത്തനങ്ങൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ നിരവധി പേർക്ക് പല കഴിവുകളും ലഭിച്ചു തുടങ്ങി. അപ്പോൾ നിരവധി ജെന്യുവനായിട്ടുള്ള സംഭവങ്ങൾ, അത് വൈദ്യശാസ്ത്രത്തിൻ്റെ എവിഡൻസോടുകൂടിയും ശാസ്ത്രീയമായ എവിഡൻസോടുകൂടിയും നിരവധി സ്ഥലങ്ങളിൽ അതിൻ്റെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. നിരവധി തെളിവുകൾ കാണിക്കാനാണെങ്കിൽ നിരവധി തെളിവുകളുണ്ട്. പ്രത്യേകിച്ച് ഡിവൈൻ റിട്രീറ്റ് സെൻ്ററുകൾ, പോട്ട റിട്രീറ്റ് സെൻ്റർ, ഇവിടെയൊക്കെ നടന്ന കാര്യങ്ങളുടെ റിപ്പോർട്ടുകൾ നോക്കിയാൽ അറിയാം എത്രയധികം കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് മറ്റുള്ളവർ കാണുമ്പോൾ എന്തോ ഈ പറഞ്ഞ പോലെ ഫേക്കായിട്ട് ഇത് സംഭവിക്കുന്നത് പറയുന്നത് 1980 ആണെന്ന് വിചാരിക്കണം.
അതുപോലെ തന്നെ അപ്പോൾ അതിനുശേഷം നിരവധി സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ പല പ്രത്യക്ഷങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട് കത്തോലിക്ക സഭയിൽ. കത്തോലിക്ക സഭ എന്ന് പറയുന്നത് കേവലം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ലോകം മുഴുവനിലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു ക്രിസ്ത്യൻ വിശ്വാസ വിഭാഗമാണ് കത്തോലിക്ക സഭ. അതായത് എല്ലാ രാജ്യങ്ങളിലും ഉള്ള വിശ്വാസമാണ് കത്തോലിക്ക വിശ്വാസം. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല തരത്തിലുള്ള അത്ഭുതങ്ങളും അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളുടെ വീഡിയോയിൽ പിന്നീട് ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചപ്പോൾ കുറേ ജെന്യുവിൻ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും തിരുവോസ്തി ശരീരമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ പല അത്ഭുതങ്ങളും ലോകത്ത് പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒറിജിനലായിട്ട് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഒറിജിനേക്കാളും കൂടുതലായിട്ട് ഫേക്കായിട്ട് പലരും ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കിപ്പോൾ ഞാനും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, വേറൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. വേറെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഒരു കഴിവ് കൊടുക്കുകയാണ്, ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു കഴിവ് കൊടുത്തു കഴിയുമ്പോൾ മറ്റേ ആൾ വിചാരിക്കും, എനിക്കെന്തോ കുറവുണ്ട്, അല്ലെങ്കിൽ ഇയാൾ കുറച്ചും കൂടിയും അതായത് അവിടെ ഒരു അസൂയ ജനിക്കുന്നു, ഇയാളുടെ കഴിവ് എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇയാളെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ ഇയാളെപ്പോലെ എനിക്കും കഴിവുണ്ടെന്ന് ഞാൻ ഫേക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ പല ആളുകളും ഇതിൻ്റെ ഇടയിൽ വളരാൻ തുടങ്ങി. ഒറിജിനലായിട്ടുള്ള സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ ഫേക്കുകളായിട്ടുള്ള നിരവധി പേര് അപ്പോൾ വന്ന് പിന്നെ എങ്ങനെയാണ്. അപ്പോൾ ഒരു സ്ഥലത്തൊരു അത്ഭുതം ഉണ്ടായി, അവിടെ ജെന്യുവിനായിട്ടുള്ള കേസ് നടക്കുമ്പോൾ വേറെ പലർക്കും തോന്നും എൻ്റെ വീട്ടിൽ ഇതുപോലത്തെ ഒരു അത്ഭുതം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ആൾക്കാർ വരും, അവിടെ ആൾക്കാർ വന്ന് നേർച്ചയിടും, പൈസ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഫേക്കായിട്ട് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലും ഫേക്കുകൾ സംഭവങ്ങൾ. അപ്പോൾ പലതും പിടിക്കപ്പെടും. ഫേക്കുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് അത് പിടിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കണേ, എല്ലാവരും പറയും ഇത് ഫേക്കാണ്, അപ്പോൾ നടക്കുന്ന എല്ലാവരും ഫേക്കാണ് അല്ലേ. അതായത് നോർമലൈസ് ചെയ്യുക, ജനറലൈസ് ചെയ്യുക. അതൊരു തിന്മയുടെ വലിയൊരു കളിയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ വീഡിയോയിൽ, എൻ്റെ ഒരു പഴയ വീഡിയോയിൽ പിശാചിൻ്റെ പ്രവർത്തനത്തെ പറ്റിയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ പറയാം. തിന്മയുടെ കളികളാണ് ഈ ലോകത്തിൻ്റെ മെയിൻ സംഭവം. അതായത് ഒരു സംഭവത്തെ ഫേക്ക് ചെയ്തുകൊണ്ട് അത് എക്സ്പോസ് ചെയ്ത് അത് നോർമലൈസ് ചെയ്യുക. അതായത് ഇത് ഫേക്കാണ്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഫേക്കാണ്. അപ്പോൾ ജനങ്ങൾ കാണുമ്പോൾ എന്താണ്, ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഫേക്കായിട്ടുള്ള പല അത്ഭുതങ്ങൾ പിടിവിടും. ചിലവർ പൈസ കൊടുത്തുകൊണ്ട് ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിക്കുന്നു, സ്റ്റേജിൽ വന്ന് രോഗശാന്തി കിട്ടിയെന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ പൈസ കൊടുത്തിട്ടായിരിക്കും അത് ചെയ്യിക്കുന്നത്. അപ്പോൾ അത് എക്സ്പോസ് ആയി കഴിയുമ്പോൾ എല്ലാവരും തോന്നിക്കുന്നത് ഇത് തട്ടിപ്പാണ്. അപ്പോൾ ധ്യാന കേന്ദ്രങ്ങളിലും പല സ്ഥലങ്ങളിലും നടക്കുന്നതൊക്കെ തട്ടിപ്പാണ്, എല്ലാവരും മനുഷ്യൻ തന്നെ ചെയ്യുന്നതാണ് എന്നുള്ള ബോധം. അപ്പോൾ ആൾക്കാർക്ക് ആ വിശ്വാസം പോവും. അപ്പോൾ പ്രത്യേകിച്ച് വിശ്വാസികളായിട്ടുള്ളവർക്ക് വിശ്വാസം, അതുപോലെ തന്നെ നിരീശ്വരവാദികൾ പിന്നെ ആ ഭാഗത്തേക്ക് തിരിയില്ല അല്ലേ. ഒരു 90% ഫേക്ക് ആൾക്കാരുള്ള സ്ഥലത്ത് 10% ജെന്യുവിനായിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ആരെങ്കിലും പോവാം അങ്ങനെയുള്ള സന്ദർഭത്തിൽ. അപ്പോൾ ഒരു നിരീശ്വരവാദി കാണുന്നത് എന്താണ്, കുറേ ഫേക്കായിട്ടുള്ള ആൾക്കാരാണ് എക്സ്പോസ് ആവുന്നത്. എന്നാൽ ജെന്യുവിനായിട്ടുള്ള ആൾക്കാരുകളൊന്നും ഇതൊന്നും പറഞ്ഞു നടക്കില്ല. അതായത് ജെന്യുവിനായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വാക്കുകളിൽ കൂടെ, പ്രവൃത്തികളിൽ കൂടെ, അയാളുടെ മുഖത്ത് നോക്കിയാലേ നമുക്കറിയാം. സ്നേഹത്തിൻ്റെ ഒരു മുഖമായിരിക്കാം, അയാളുടെ സംസാരം, എളിമ, അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ അയാളിലുണ്ടായിരിക്കും. വരങ്ങൾ പ്രകടമാകുന്നതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും അയാളുടെ ഉള്ളിലുണ്ടാകും. അപ്പോൾ അയാൾക്ക് സ്നേഹത്തോടു കൂടി മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ, ആരോടും ദേഷ്യം പ്രകടിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വെറുപ്പുണ്ടാവില്ല അയാളുടെ മുഖത്ത്. എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന മുഖമായിരിക്കും, അയാൾക്ക് എപ്പോഴും സന്തോഷമായിരിക്കും, അയാൾക്ക് വളരെ വലിയ ജ്ഞാനമുണ്ടാവും, അയാൾക്ക് ലോകവസ്തുക്കളോട് ആർത്തി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അയാൾക്ക് എവിഡൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ജെന്യുവിനായിട്ടുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അത് പബ്ലിഷും ചെയ്യില്ല, അതാണ് ഒരു പ്രശ്നം. ഇങ്ങനെയുള്ള ആൾക്കാർ പബ്ലിസിറ്റിക്ക് വേണ്ടി നടക്കില്ല. ജെന്യുവിനായിട്ടുള്ള ആൾക്കാർ അവർ പക്ഷേ വളരെ ഒതുങ്ങി, വളരെ സൈലൻ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ മറ്റുള്ളവരെ ആകർഷിക്കാൻ, ഫേക്കായിട്ടുള്ള ആൾക്കാരെന്താ ചെയ്യുന്നത്, മറ്റുള്ളവരെ ആകർഷിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ കാണിച്ച്, എഫക്റ്റുകളൊക്കെ കാണിച്ച് ആൾക്കാരെ അതിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കും. എനിക്കെന്തൊക്കെ കഴിവുണ്ട് എന്നൊക്കെ, ഞാനിതൊക്കെ ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ പല ധ്യാന കേന്ദ്രങ്ങളിലും ചിലവരൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ കൗൺസിലിംഗ് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അത് നിങ്ങൾ ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിലോ, നല്ല റിട്രീറ്റ് സെൻ്ററുകളിൽ
ഭൂരിഭാഗം നല്ല റിട്രീറ്റ് സെൻ്ററുകളിലൊക്കെ അവിടെ നടത്തുന്ന അച്ഛന്മാരൊക്കെ അതൊക്കെ ഇപ്പോൾ വളരെയധികം സ്ക്രൂട്ടനൈസ് ചെയ്ത് ഓരോ വ്യക്തികളെയൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ ഇരുത്തുന്നത്. അല്ലാതെ വഴിയിൽ പോകുന്നവരെയൊക്കെ പിടിച്ച് കൗൺസിലിങ്ങിന് വേണ്ടി ഇരുത്താറില്ല. കാരണം അവർക്കറിയാം കുറേ പേര് ഇങ്ങനെ ഫേക്ക് ചെയ്തതുകൊണ്ട് അത് ആ ധ്യാന കേന്ദ്രത്തിനും മോശമായതുകൊണ്ട് അവിടെ ഇപ്പോൾ വളരെ കെയറോട് കൂടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിനൊന്നും കൺട്രോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരൊക്കെയോ എനിക്ക് അങ്ങനെ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോ എന്ന് പറയും കൗൺസിലിങ്. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുമായിട്ട് പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന സമയത്ത് ആ വ്യക്തിയോട് ദൈവം എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ഈ കൗൺസിലറിൽ കൂടെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ള സംഭവമാണ്. അത് വ്യക്തിയുടെ പഴയകാല ജീവിതത്തെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റേണ്ടതുണ്ടോ, അതായത് ആ വ്യക്തി ഇപ്പോഴും ഒരു തിന്മയിലാണ്. മെയിനായിട്ട് അവർ പറയാനായിട്ട് ഹോളി സ്പിരിറ്റ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വ്യക്തി ഭാവിയല്ല അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വലിയ ആളാവും, നിങ്ങളിതാവും, ഇത് പറയാനുള്ള ഒരു കണിയാനെ പോലെ ഇരിക്കുന്ന ആളല്ല ഒരു കൗൺസിലർ എന്നുള്ളത്. ഒരു വ്യക്തി ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് എന്തൊക്കെ തടസ്സങ്ങളുണ്ട്. അപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അയാൾ നിരന്തരമായിട്ട് കൊണ്ടു നടക്കുന്ന ചില ദുശീലങ്ങളുണ്ടായിരിക്കാം. ചിലവർ പുകയില യൂസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ മദ്യപാനത്തിൽ, പല രീതിയിൽ പല തിന്മകൾക്ക് അടിമപ്പെട്ടവർ, അവർ അതുകൊണ്ട് ദൈവം അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതെ പോകുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഈ വ്യക്തി കൗൺസിലർ കൂടെയാണ് ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ചിലപ്പോൾ ഈ വ്യക്തി പലരോട് ഉള്ളിൽ വെറുപ്പ് വെച്ച് പുലർത്തുന്നുണ്ടാവും. അപ്പോൾ ഈ കൗൺസിലർ ആ സംഭവങ്ങളും ഈ വ്യക്തി അന്ന് ആരൊക്കെയോടൊക്കെ വെറുപ്പ് വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊക്കെ ഈ വ്യക്തി വെളിപ്പെടുത്തി കൊടുക്കും. ഈ കൗൺസിലർ, നീ അന്ന് ഇന്ന സംഭവത്തിൽ ഇന്ന ആളോട് ഇപ്പോഴും നിൻ്റെ ഉള്ളിൽ വെറുപ്പ് വെച്ച് പുലർത്തുന്നുണ്ട്, അത് കാരണം കൊണ്ട് നിനക്ക് ദൈവത്തിന് നിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെയാണ് കൗൺസിലിംഗ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ഇപ്പം നാളെ എൻ്റെ മകൾക്ക് എക്സാം പാസ്സാവോ, അല്ലെങ്കിൽ എൻ്റെ വിവാഹം നടക്കുമോ, അല്ലെങ്കിൽ ഇന്ന കാര്യം നടക്കുമോ എന്ന് വന്ന് ചോദിക്കാനുള്ള ഒരിടമല്ല കൗൺസിലിംഗ്. ഇന്നത് പലരും പല രീതിയിലാണ് അത് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, ഫേക്കായിട്ടുള്ള പലരും ഇതൊരു ബിസിനസ്സായിട്ട്, അതായത് ഇപ്പോൾ ഹൈന്ദവ വിശ്വാസത്തിലാണ് ഈ കണിയാൻ കൈനോട്ടം, അല്ലെങ്കിൽ ഈ ജാതകം പരിശോധിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഭാവി അറിയാനുള്ള മാർഗങ്ങളുള്ളത്. ഇതേ സെയിം തന്നെയാണ് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ പലരും അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഭാവി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടി ഇവരുടെ അടുത്തേക്ക് ചെല്ലും. എന്ത് കാര്യത്തിനും കൂടി വന്ന് ചെല്ലും, ഇത് ചെയ്യുന്നത് ശരിയാണോ വേഗം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അത് ശരിക്കും പലതും ഫേക്ക് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെയുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയല്ലേ ഇരിക്കുന്നത്. ഒരു വ്യക്തിനെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തി നോർമലായിട്ട് ദൈവത്തിലേക്ക് അടുത്ത് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തിന്മ നീങ്ങി പോകുമ്പോൾ ആ വ്യക്തിക്ക് ആ തിന്മ മൂലം ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഒരു വ്യക്തിക്ക്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ ഒരു വൈറസ് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പല രോഗലക്ഷണങ്ങളുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ തിന്മ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പല രീതിയിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും പല രീതിയിലും ആ വ്യക്തിയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. പല രോഗങ്ങളുടെയും കാരണവും അത് തന്നെയാവും. അപ്പോൾ ഈ തിന്മ വിട്ടു പോകുമ്പോൾ പലപ്പോഴും ആ വ്യക്തിയുടെ രോഗവും ആ വ്യക്തിക്ക് മോചനം ലഭിച്ചുകൊണ്ടിരിക്കും. പല രോഗങ്ങളിലും, എല്ലാ രോഗങ്ങളെന്ന് പറയുന്നില്ല, പല രോഗങ്ങളിലും. അപ്പോൾ അതൊക്കെയാണ് ഈ ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ജെന്യുവനായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ, നല്ലൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളൊരു ആഴ്ചത്തെ ധ്യാനം കൂടുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അവിടെ എന്താ നടക്കണതെന്ന്. അവിടെ പഠിപ്പിക്കുന്ന ദൈവത്തെ പറ്റിയും ദൈവത്തെ സ്നേഹത്തെ പറ്റിയും ഒക്കെയാണ്. നമ്മൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നതിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ നമ്മുടെ ലോകത്തിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എളിമയോടുകൂടി അവിടെ വന്നിരുന്ന് നമ്മൾ ആ ധ്യാനം നടക്കുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഈ വെളിച്ചം നമുക്ക് കിട്ടുകയും നമ്മളൊരു മാനസാന്തരത്തിലേക്ക് മനുഷ്യൻ മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ജെന്യുവനായിട്ടുള്ള കേസുകൾ നടക്കുന്നത്. അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പല സ്ഥലങ്ങളിലും ദൈവം പല കാര്യങ്ങൾ ഒരു വ്യക്തിയോട്, ഇപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക്, ദൈവവുമായിട്ട് വളരെയധികം സ്നേഹവും ദൈവത്തെ വില കൽപ്പിക്കുന്ന ആൾക്കാർക്ക്, ദൈവമായിട്ട് വളരെ ബന്ധത്തിലായിരിക്കുന്ന ആൾക്കാർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ പ്രകടമായിക്കൊണ്ടിരിക്കും. അവർക്ക് ദൈവം സ്വർഗമെന്ന് പറയുന്ന ഒരു ലോകത്തെ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർക്കുണ്ടാവും. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരാൾക്ക് ആ ഒരു ലോകത്ത് ഇപ്പോൾ തന്നെ, അതായത് മനുഷ്യൻ മരിച്ചു കഴിയുമ്പോഴാണ്
ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുകയും അതുപോലെ തന്നെ അതുപോലുള്ള ഒരു ലോകത്തിൻ്റെ കഴിവുകളും അവർക്ക് നേടുക എന്നുള്ളത് മരണശേഷമാണ്. പക്ഷേ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അത്രയും വിശുദ്ധിയുള്ളവരും ദൈവവുമായിട്ട് അത്രയും ബന്ധത്തിലുള്ളവർക്കും അപ്പോൾ തന്നെ ആ ലോകത്തിൻ്റേതായിട്ടുള്ള കഴിവുകൾ കിട്ടിത്തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണ് പല സ്ഥലങ്ങളിലും ദൈവത്തെ നേരിട്ട് കാണാനുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒറിജിനലായിട്ട് പല സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യം സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഇപ്പോൾ ഞാൻ പറയുന്നതുകൊണ്ട് പലർക്കും വിശ്വാസം തോന്നുകയില്ല. വിശ്വാസികളായിട്ടല്ല ഇല്ലാത്തവർക്കൊക്കെ സംശയം തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങളിതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ ഈ കേരളത്തിൽ നടന്ന മെയിനായിട്ട് ലോകത്ത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കണം. ജെന്യുവിനായിട്ടുള്ള നിരവധി കേസുകളുണ്ട്. എന്നാൽ തന്നെ ഫേക്കായിട്ടുള്ള നിരവധി കേസുകളും ഇഷ്ടം പോലെ ഉണ്ട്. പലരും പറയാറുണ്ട്, ചിലർ കൗൺസിലിംഗ് ആയിട്ടുള്ളൊരു വ്യക്തി തൻ്റെ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞാണ്, എനിക്കൊരു കഴിവുണ്ടായിരുന്നില്ല, അച്ഛൻ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ പോയി കൗൺസിലിങ്ങിന് ഇരുന്നത്. എനിക്ക് വായിൽ തോന്നിയത് ഞാൻ ആൾക്കാരോട് വിളിച്ച് പറഞ്ഞു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പോകുന്നു എന്നുള്ളത്. ഈ ഒരു വീഡിയോ ഒക്കെയാണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുക, എല്ലാ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരും ഫേക്കുകളാണ്, അവർ കള്ളാണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇതൊക്കെ ലിങ്ക് ചെയ്തുകൊണ്ട് ഞാൻ ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് ഇത് ഇടുന്നത്. പക്ഷേ ഇത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന വീഡിയോകളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ വിശദമായിട്ട് ഞാൻ സംസാരിക്കാം. അപ്പോൾ ഒന്നും കൂടിയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി നിങ്ങൾ കേൾക്കുക ആദ്യം മുതൽ അവസാനം വരെ. അതിനുശേഷം നിങ്ങൾ ഈ മെൻ്റലിസ്റ്റുകളുടെ വാക്കുകൾ വിശ്വസിക്കുക. അവർ കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അതിൽ കുറേ ഫേക്കായിട്ടുള്ള ആൾക്കാരെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മുടെ ഭൂമിയിൽ നടക്കാം എന്നവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജെന്യുവിനായിട്ടുള്ള കേസുകളും അതിൽ ഫേക്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളും ആ രീതിയിൽ ഇനി ചിന്തിക്കുക, തീരുമാനങ്ങൾ എടുക്കുക. വെൽക്കം ടു കോമൺ സെൻസ്.